പല നാട്ടിൽ നിന്നും വ്യത്യസ്ത ചിന്തകളോടെ എത്തിയവരാണിവർ. തമാശകളും കളിച്ചിരികളും കൊണ്ട് കാലക്രമേണ അവർ ഒരേ മനസ്സുള്ളവരായി. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവർക്കതേ ഈ ഹോസ്റ്റലാണ്. തമ്പുരാക്കന്മാരുടെ കോവിലകം, കണിമംഗലം കോവിലകം. ചുമലപ്പെട്ട അറിയാതെ സോപ്പ് ശ്രദ്ധിക്കാൻ കഴിയിടായിരുന്നു. ഇത് ഭാനുചന്ദർ. ഇവന്റെ ഈ ഉളച്ചിരിയുണ്ടല്ലോ, അതിലാരെയും കറക്കി വിളിക്കും. കോവിലകത്തെ റൊമാൻറ്റിക് ഹീറോ. മനുഷ്യനെ കൊല്ലാൻ എന്തേലും എണ്ണയുമായി മല്ലിടുന്നവരാണ് ടോണി ജോസ്. കട്ടപ്പനക്കാരൻ. 8ഓളം കോഴ്സ് പഠിച്ചു, ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. മസിലും പെരുക്കി ഒരു ഉടുപ്പില്ലാതെ അപ്പൻ്റെ കയ്യിൽ നിന്ന് പൂരത്തെറിയും കേട്ട് നടക്കും. ഈ കോഴ്സൂടെ ജയിച്ചില്ലേ 5 ഏക്കർ റബ്ബർ തോട്ടം കൊടുക്കും അപ്പൻ. സ്വന്തമായിട്ടല്ല, ശിഷ്ടകാലം ഇതിൽ നിന്ന് പാലെടുത്ത് ജീവിച്ചോണം. എണ്ണ തീർന്നടാ. തീർത്താ മെസ്സിന്ന് കളിച്ചിട്ടാണ് എണ്ണ സൂപ്പെല്ലാം മേടിച്ചു. അതാണിപ്പോ മസിലിൽ ചേക്കാൻ വേണ്ടി ഞെക്കി ഞെക്കി തീർത്തത്. ഇയാളെ കൊണ്ടാണ് ഡയലോഗ് അടിക്കാൻ 10 രൂപ കൊണ്ട് എടുക്കുക. 10 രൂപ എൻ്റെ കയ്യിലും. ഇന്ന് പോകാൻ മച്ചാനെ. പേരിൽ മാത്രം പ്രബല ദാരിദ്ര്യ തെണ്ടി. ആ, ഇത് മുടിയൻ. ശരിക്കും പേര് പ്രഭു. ക്യാമ്പസിന്റെ പ്രഭുദേവ. മക്കാറ്റ്സ് എന്നൊരു ഡാൻസ് ടീമുണ്ട് നാട്ടിൽ. മക്കാറ്റ്സ് എന്താന്ന് വഴിയെ മനസ്സിലായിക്കോളൂ. ഇന്നുണ്ട് 10 രൂപ എടുക്കാൻ. അയ്യോ ഇല്ല കേട്ടാ. വന്ന് കയറിയമാരെല്ലാം ദാരിദ്ര്യ തെണ്ടികളാണോ? സാറ് ഇതിനകത്തുണ്ടായിരുന്നോ? വെറുതെ ഭയങ്കര നാറ്റം. വെള്ളം ഇടാ. നീപ്പം ബുജി. അല്ലേ ബുജി, അസൈൻമെൻറ്റും തന്നടാ. ഐ ടോൾഡ് യു, അവനവന് ചെയ്യാനുള്ള അവൻ തന്നെ ചെയ്ത് തീർക്കണം. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഇത് സോടാ. ബുജി ഇന്ന് കുളിച്ച് നല്ല സുന്ദരനായിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ ജൂനിയർ രമ്യക്ക് ഇതിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. ഇനഫ് ഇനഫ്. എന്നൊക്കെയാണെങ്കിലേ എൻ്റെ ഒരു സിംഗിൾ ഡ്രോപ്പ് ഇല്ല. അയ്യോ ഒരു സിംഗിൾ ഡ്രോപ്പ് പോലും. ബ്രോ പ്ലീസ് ബ്രോ പ്ലീസ് ബ്രോ 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 പ്ലീസ് ബ്രോ 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 പ്ലീസ് 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 പ്ലീസ്. ഇത് കാച്ചിയാണല്ലോ. ആണ് ബ്രോ. നല്ല എണ്ണയാണല്ലോ. പിന്നെ എനിക്കിനി ഒരു തുള്ളി എണ്ണ വേണമെന്നുണ്ടെങ്കിലേ അങ്ങ് കോവിലത്തേക്ക് വന്നാൽ മതി കേട്ടോ. ഇഡിയറ്റ്. ഓ ഇന്ന് കളി ഉണ്ടല്ലോ. എങ്ങനെ കാണും? അനന്താ വിളിച്ചിട്ടുണ്ടല്ലോ. വിളിച്ചിട്ടോ? ടി വി സെറ്റ് ആക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല മക്കളെ. പരീക്ഷ എഴുതിയാതെ ടി വി കിട്ടൂല. വിളിച്ചിട്ടോ? ഇത്ര നാൾ കട്ടയ്ക്ക് കൂടുതൽ ആവശ്യം വന്നപ്പോൾ എന്ത് കട്ടയായാലും ടി വി എടുക്കുന്ന പ്രശ്നമില്ല. ഓ സ്റ്റാർക്ക് ഫോണിലെങ്ങനെ കാണാടാ. ഒന്ന് പോയാ മച്ചാനെ. റേഞ്ച് ഒന്നുമില്ല ഈ നാട്ടിലെ. ഇനിയിപ്പോൾ ഹോസ്റ്റലിലെ ടി വിയിൽ കളിയാണെന്നുണ്ടെങ്കിൽ ബോസ് തന്നെ വിചാരിക്കണം. ഇവൻ റാഷിദ് അലി, ഹോസ്റ്റലിലെ ബോസ്. കോവിലകത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു ബോസ് വേണം. ഹോസ്റ്റലിലെ ഫ്യൂഡൽ തെപാടി, സർവോപരി ദരിദ്രവാസി. ഇവിടുത്തെ ഒരു ഇല അനങ്ങിയാൽ അത് ബോസ് അറിയും. ബോസ് നാ. എൻ്റെ ബോസ് നീ കുണ്ടിയും കാണിച്ചിരിക്കാതെ എന്തെങ്കിലും പറ. കൂടെ നേരമായി. ഹോസ്റ്റലിലെ ടി വിയിൽ കളിയാണെങ്കിൽ
ഈ ബോസ് കളി കാണിച്ചിരിക്കും. സൈലൻസ്. കോയിലൻ ടീം അല്ലാത്തവർക്ക് ഇവിടുന്ന് പോവാം. ആജ്ഞകളുടെ വാറകളുമായി ഒരു നാരകളും കോലത്തിന്റെ പടി ചവിട്ടി കയറി വരണമെന്നില്ല. ടോണി മുടി എടുത്തിട്ടാ എനിക്ക്. ഇത് പടയപ്പ, ഇത് പിള്ള, ഇത് ഉജിരട്ടി. കണ്ട പറ്റി അറിയത്തില്ല. TV അല്ല, JCB വരെ ബോസ് പൊക്കും. ബോസ് എന്ന് വെച്ചാൽ മാസാണ്. അമ്മമാർക്ക് അറിയത്തില്ല. അമ്മമാർക്ക് നമ്മളൊരു വിലയില്ല. ഒന്നാമത്തെ കാര്യം അവർക്ക് 3 മണിക്ക് കളി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതാ. എന്തായാലും നമ്മൾ പച്ചയായിപ്പോൾ നിന്നെ എടുത്തോളാം, നീ ആടണ്ട. നീ കാണാൻ പോറാന്ന് പിള്ളേ, ഇവിടെ പിള്ളേ, എന്താ സാർ? ഇയാൾ ആ TV ഒന്ന് കണക്ട് ചെയ്യും. സാറേ ഞാൻ ഇതൊന്നും ശരിയാക്കിട്ട് 10 മിനിറ്റ്. ചേട്ടൻ പറയുന്ന പണി കേട്ടോ. പടയപ്പിക്ക് TV കാണാൻ പിള്ളേരുടെ താക്കോലെടുക്കാൻ പോയി. അണ ഉള്ള കാര്യം 5 മിനിറ്റുള്ളിൽ അവരിവിടെ വരും. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇല്ലീഗൽ ആക്ടിവിറ്റി. മൈ ലൈഫ് ഗോൾ. എന്തെങ്കിലും ഒന്ന് പറ ബോസേ. കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ രക്ഷോട്ട് പോയത്. തവണ അങ്ങനല്ല, തവണ പിടിക്കപ്പെടും. എന്തെങ്കിലും ഒന്ന് പറ. ഒന്നുമില്ല. ഓക്കോ ഇങ്ങോടാ. നിനക്ക് കണ്ണ് കണ്ടില്ല? ചേട്ടൻ എങ്ങോട്ട് പോവാ? പ്രൊഫസറിന് TV എടുത്തു കൊടുക്കാൻ. വെള്ളം കണ്ടായിരുന്നു? വെള്ളം താഴെയല്ലേ ഇരിക്കുന്നേ? ഇതിന്റെ കുപ്പി ഉണ്ടായിരുന്നു? കുപ്പിയല്ലേ നിന്റെ കയ്യിൽ ഇരിക്കുന്നേ? എന്റെ ചേട്ടൻ ആകെ വെളുത്തുപോയി. നീ മാറി നിൽക്കടാ. ആ ചേട്ടൻ പിന്നെ നമ്മുടെ മീൻകറിക്ക് എത്തുന്നില്ല, ഉപ്പിട്ടില്ലെന്ന് പിള്ളേർ കംപ്ലൈന്റ്. മീൻകറി ഇരുമിന്റെ കഷ്ടപ്പെടാൻ എന്താ പിള്ളേ? എടോ അയാളെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകും. അത് സാരല്ല സാറേ, ഒരു 10 മിനിറ്റ് അവസരം കിടന്നേ മതി. എന്താ ഇനി വേണ്ട പിള്ളേ? വാടാ വാ, അടുത്ത വാടേ.
ഇമാര് കളിക്കാറില്ല അലമ്പടാ മാതിരി ലോക അലമ്പ പോടാ പോടാ ഇമാര് കളിക്കാറില്ല അലമ്പടേ ഇമാര് കളിക്കാറ് എന്തിനാണ് വെച്ചാണ് വെറുതെ പിള്ളേരെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടുന്നത്? ഇമാര് ഒതുക്കിയത് തന്നെ. ഇവിടെ വന്നിട്ട് 4 പിള്ളേരെ കണ്ടു പോയാ പോരെ. അത് തന്നെ കണ്ട അതൊക്കെ അവൻ പുതിയ ജേഴ്സി മേടിച്ചെന്ന് അവിടെ ഒലിപ്പിക്കുന്നുണ്ട. അവനെ കണ്ട് പഠിക്കണം. ചേട്ടൻ കളിക്കാനൊന്നും പോകുന്നില്ലേ? ഞാൻ അവന്മാരോടൊന്നും കളിക്കൂല. ഞാൻ ഇന്ത്യൻ കളിക്കും. ഇന്റർണൽ എക്സാം ആയിട്ട് നിങ്ങളുടെ പാടും കളിക്കാനൊക്കെ വിടുവോ? പടയപ്പോ വൈകിട്ടെത്തുമ്പോ ഒരുപാട് വൈകും. അമ്പലത്തിലൊക്കെ പോകും. പാടയപ്പയോ? അയാൾ കട്ട രജനി ഫാനാ. അയാൾക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാത്തിനും ഉണ്ട് ഇടം പേര്. അതുകൊണ്ട് കിക്കൻ, ശല്യൻ, ഇത് മുടിയൻ. അതെ ഇന്നലെ രാത്രി നിനക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ തരാത്തെ? അതെ ചേട്ടാ, ഞാൻ അങ്ങ് ഉറങ്ങി. എടി കള്ളി എന്താണ് ബ്ലൂട്ടിക്ക് പോണത്? ചേട്ടൻ ഇന്ന് വിളിക്കേ, ഞാൻ എടുക്കാം. ഒലിപ്പിക്കണണ്ട ചോദിച്ചാ പറയാൻ ഫ്രണ്ട്ഷിപ്പാന്ന്. പക്ഷെ ഇവന് രാത്രി വേറെ പരിപാടിയുണ്ട്. കൊണ്ടാണല്ലേ നിങ്ങളിവിടെ മസിലും പഠിപ്പിച്ചോണ്ടിരുന്ന എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പെമ്പിളാരുടെ ചുമ്മാ വളവളാന്ന് വർത്താനം പറയാൻ. കണ്ടോ അതാണ് ഈ ബോസിനെ കണ്ടുപിടിക്കണം. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് 42 പ്രപ്പോസലാണ്. എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. അല്ല ഞാൻ വെച്ചതായിരുന്നു. എന്റെ പൊന്നു ബോസേ, ഇനി ബോസിൽ തൂക്കാൻ ചേച്ചി കൂടെ ഉള്ളട്ടോ പ്രപ്പോസ് ചെയ്യാൻ. ആ ചേട്ടനാ. എന്തിനാ കൊട്ടിയത്? അത് ഹോസ്റ്റലില്ലാന്ന് പറഞ്ഞാലേ വഴക്കു പറയോ? മുടിയാ ടോണി, കോളേജിൽ എനിക്ക് ഒരുപാട് സ്നേഹം തോന്നിയൊരു കൊച്ചുണ്ട്, ഉമ്മു. എനിക്കും അയ്യേ, അതുകൊണ്ട് ആർക്കും ഇല്ലാതെ പോയത്. അന്ന് കയറിയപ്പോ എന്തെല്ലാം കമ്പനിയാണല്ലേ. ആ വൈറസ് നിന്ന് കയറിയപ്പിനാണ് കളിപ്പോട് കളിപ്പ്. ആ അമ്മയുണ്ടല്ലോ അവക്കാണ് കേട്ട ചൊറിച്ചില്. ആന്ന് എങ്ങനെ കളിപ്പൂരായിരിക്കില്ല. കാരണം അവൾ കോളേജിൽ വന്നപ്പോഴത്തേക്ക് എന്തൊരു അഹങ്കാരത്തോടെ വന്നതറിയാം. നമ്മളെല്ലാവരും കയറി യൂണിയൻ അടിച്ച് തോപ്പിച്ചെടുത്ത അവൾ അഹങ്കാരം അങ്ങ് തീർന്നു. ഗോകുലം ടീം ജയിപ്പിക്കണമെന്ന് വിചാരിച്ച് ജയിപ്പിക്കും, തോപ്പിക്കണമെന്ന് വിചാരിച്ച് തോപ്പിച്ചിരിക്കും. നമുക്ക് ജയിച്ചേ ഉള്ളൂ ശരി, അതാര്യം. അതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരവസരം കിട്ടിയല്ല അവൾ നമുക്കിട്ട് പണിയും. ചേട്ടാ ടൈം ഒത്തിരി, ഞാൻ പോട്ടെ. രാത്രി വിളിക്കണം കേട്ടോ. അമ്മി ചേച്ചി ടീംസ് ഒന്നും അറിയില്ല കേട്ടോ, ആകെ കലിപ്പാവും. ചേച്ചി ഈ തമ്പരൊക്കെ മാറട്ടോ. മോളെ നേരിട്ട് വിളി. അയ്യോ ഞങ്ങൾ പോവാ, നീ ഇവിടെ ഇരുന്നോ. മുടിയാ എന്നെ കൂടെ കൊണ്ടുപോടാ. കലിപ്പെന്ന് വെച്ചാൽ കട്ട കലിപ്പ്. ഓക്കെ കലിപ്പെന്ന് പറഞ്ഞാൽ കലിപ്പായിരിക്കണം. അവിടെ ചെന്നിട്ട് മറ്റേ ഒലിപ്പിരി കാണിച്ചോണ്ടല്ലോ. കളിപ്പ് എന്താണെന്ന് കാണാൻ കിടക്കുന്നുള്ളൂ. എന്നാലും അച്ഛനെ എടുത്ത് തരാം. ചേട്ടാ കടയിൽ പോയതാ. എന്തിനാ? കുറച്ച് പേപ്പർ വാങ്ങാൻ പോയതാ ചേട്ടാ. സാധനത്തിന് പേരടി. ഞങ്ങൾ ആരാന്നറിയോ പേടി? കണിമംഗലം കൂലത്തെ തമ്പ്രക്കന്മാരല്ലേ? ഇതെങ്ങനെ അറിയാം? അത് ഞങ്ങളിവിടെ വന്നപ്പോ തന്നെ നിങ്ങളെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. എല്ലാരെ കൊണ്ട് ഭയങ്കര വിഷമോളി കൊണ്ട് വന്നു. എന്താ പേര്? ദേവി. നല്ല പേര്. വീടെവിടെ? അതിവിടെ. നമുക്ക് വീടില്ല. കയ്യിലെന്തിരിക്കുന്നു? നല്ലതാണല്ലോ നമ്മളെ. ആ നോട്ട് നോക്കട്ടെ ചേട്ടാ, നോക്കട്ടെ. അച്ഛനെന്ത് ചെയ്യുന്നു? അച്ഛൻ പോയില്ല. ദേവി ജൂനിയർ സേവ്. അയ്യോ ഇന്ന് മുതൽ രാത്രി ചേട്ടാ നടത്തായി. മതി, ഇത് മതി. പണി വരുന്നുണ്ടോ പറച്ച? ആണ്ടിലൊരിക്കലാ കോളേജ് വരുന്നത്. അന്നും അറ്റൻഡൻസ് കിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ഓവർ ശിവസാറിന്റെ ക്ലാസ് അല്ലേ? ആ കൊള്ളാം. 5 മിനിറ്റ് താമസിച്ചാൽ മതി. അറ്റൻഡൻസ് തരാത്താണ്. ഏയ് ആർന്നോ കേട്ടാ വന്നല്ല ഒരു വണ്ടി. എന്തോന്നടേത്? ഉൾച്ചാടിയാ നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ കയറണ്ട. ഇതുമായിട്ട് നേരെ അവലയുടെ മുമ്പിന് പോയിരിക്കും. കറക്റ്റ് ആഫ്രിക്കൻ താത്ത. ഇവിടെയാ പുതിയ പിള്ളേരൊക്കെ വന്നില്ലടാ, ഒന്ന് ട്രെൻഡ് ആവുന്ന വിചാരിച്ച്. ട്രെൻഡ് ഇത് ഫ്ലൂറസെന്റ് പച്ച ഷർട്ടും ആ പുജിയുടെ കുറെ എണ്ണ വാരി തലതിക്കുമ്പോൾ നിനക്ക് ട്രെൻഡ്. ബോസേ നീയൊക്കെ പിന്നെ മണ്ണെണ്ണ വാരി തേച്ചേ. എന്റെ ടോണി, ഞാൻ കണ്ട് നീ ബുജിയുടെ എണ്ണ ഇങ്ങനെ ഞെക്കി പിഴിയുന്നേ. മതി 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 മതി. എന്റെ പൊന്നു ബോസം, നിനക്ക് ഈ തേങ്ങ ചെറുപ്പങ്ങളും മാറ്റിപ്പെടായിരുന്നോ? അവന്റെ ഒരു മഞ്ഞ ബെൽറ്റും തമ്പുരാക്കന്മാരുടെ ടോണി, ഇത്രയും ഗ്ലാമറിലായിരിക്കും ആരടാ ചെരുപ്പി നോക്കുന്നത്. ഇതല്ല നമ്മുടെ ക്ലാസ്. മിസ് രശ്മി എന്ന് വിളിക്കാമോ? കോളേജ് ഡേയുടെ കാര്യം സംസാരിക്കാനാ, അർജന്റാണ്. എന്താ ചേട്ടാ, ഞാൻ പ്രോഗ്രാമിനൊന്നുമില്ല. അതെനിക്കറിയാം. ഫേസ്ബുക്കിൽ എന്താ മോളെ എൻ്റെ അടുത്ത് അക്സെപ്റ്റ് ചെയ്തത്?
ഞാൻ ഫേസ്ബുക്കിലൊന്നും അങ്ങനെ കയറാറില്ല. എനിക്കാ ചേട്ടൻ റിക്വസ്റ്റ് അക്സെപ്റ്റും ചെയ്യാം. ഒരു മെസ്സേജ് ചേട്ടൻ മെസ്സേജ് അയക്കും, എൻ്റെ റിപ്ലൈ തരണം. അപ്പം മോളെ ക്ലാസ് കെമിസ്ട്രി. നല്ലതാ, പോയി പഠിച്ചോ. അതെ, സംശയത്തിൽ ചോദിക്കണം. നീ വെറും കോഴിയല്ല, നീ അല്പം. ടീച്ചറേ, നമ്മുടെ ഷിബു സാർ ഇന്ന് ലീവാ അല്ലേ? അപ്പോൾ 3rd ക്ലാസ്സിലേക്ക് ടീച്ചർ പോവോ? ഇല്ല സാറേ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോണ്ടി വരും. നീ ഉമ്മായിട്ടുള്ള കളിയൊക്കെ നിർത്തിക്കോ കേട്ടോ. നീ ഹോസ്റ്റലിലോട്ട് തിരിച്ചു വന്നത്? നിന്നെ എടുത്തോളാം. ശരി. ഈ തെല്ലിയുടെ സ്വഭാവം പിടിക്കുന്നില്ല കേട്ടോ. എന്തായാലും കൂട്ടും. എന്താടാ ഓടാ, പ്രിൻസി ഇന്ന് ലീവിലായിപ്പോ. എല്ലാവരും അവന്മാർക്കുള്ള പണി ഇന്ന് തന്നെ കൊടുത്തു തീർക്കായിരുന്നു. ആ സിനിമ തണ്ടി അവളുമാരുടെ ഒന്നും മാറുന്നില്ല. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവന്മാർക്ക് പറഞ്ഞിരിക്കണമെന്ന് അറിയാം. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇപ്പൊ ഇത് എന്റെ മുമ്പിൽ ചൈനയുടെ മനസ്സിലായോ? എന്താടാ മുഖത്തൊരു പുജ്ഞം? നിന്റെ ഈ പുജ്ഞം കണ്ടു കഴിഞ്ഞാൽ രാവിലെ എന്റെ മൈൻഡ് മാറിപ്പോവും. മനസ്സിലായില്ലേ? ഈ വേട്ടാവളിനായിരുന്നു മൂടുപോയി. ഓ, കടിച്ചു പിടിച്ചിരിക്കാം. വൈകിട്ട് വന്ന് തെളിയണ്ടല്ലോ, അപ്പൊ സെറ്റാക്കാം. ചുമ്മാ മുടിയായിട്ട് പാവട പൊക്കി പിടിച്ചോണ്ട് വരും. നീ ഉമ്മ ഇരുന്നേ. ആരാണ് അവിടെ സംസാരിക്കുന്നേ? ആടിയും ചക്കരാത്തിനും കയറി വന്ന് പുറകെ ഇരുന്ന് വളവളാന്ന് സംസാരിക്കുന്നോ? നാണമില്ലാണോ നിനക്ക്? ഞാൻ ഈ ബോർഡ് എഴുതി വെച്ചേക്കുന്ന എന്നാ നിനക്കറിയാവോ? ഇവൻ പറയാം സാറേ. ആഹാ, പൊന്നുമോനോട് ഞാൻ ചോദിച്ചോ? നിന്നോട് ചോദിക്കുമ്പോ നീ ഉത്തരം പറഞ്ഞാൽ മതി. എന്താണ് സാറേ? സാറിന് ആരാണെന്ന് ഉത്തരം കിട്ടിയാൽ പോയി. ഏത് കുഴിക്കാത്ത ഏത് പൊത്തിന്റെ അകത്തിരുന്നാണ്? ആരാടാ പറഞ്ഞത്? ആരാടാ? നിന്നോടാ ചോദിച്ചേ. മോനിക്ക് വന്നേ. നീ എന്താ പൊത്തിലോട്ട് വരാൻ മാമാട്ടി കുട്ടിയല്ലേ? ഈ ബോർഡിൽ എന്നാ എഴുതി വെച്ചേക്കുന്നത് നിനക്ക് മനസ്സിലായോ? അപ്പൊ പിന്നെ കണ്ണു പിടിക്കുന്നില്ലേ? ഈ കണ്ണാടി അങ്ങ് തരട്ടോ? വേണ്ട, വായിക്കടാ. പിന്നെ ഒരു വലിയ വര. വലിയൊരു വര. ഒരു തീറ്റ. തീറ്റ. പിന്നെ പ്ലസും മൈനസും. കുരിശും കോലും. കുരിശും കോലും. അതെ. പിന്നെ പഴം. ഏത്തപ്പഴം. സാറേ, പുതിയതാണ് കേട്ടോ, പഴയതായിരുന്നു പറ്റിയത്. ഓഹോ, പഴയതേ പിടിക്കുള്ളൂ അല്ലേ? ഓൾഡ് ഈസ് ഗോൾഡ്. അങ്ങനെയാണ് ഓൾഡ് ഈസ് ഗോൾഡ് തരാൻ ഞാൻ. കേട്ടാ? എന്നാ പറ്റി? തലവേദനയാണോ? എഴുതടാ. മച്ചാനെ, ഇത് മറ്റേ തിലകൻസ് പഠിക്കുന്ന സിനിമയിലെ പിള്ളേരെ പിടിപ്പിക്കുന്ന സാധനമല്ലേ? കഴിഞ്ഞ 8 വർഷമായിട്ട് ഇതിന്റെ ഉത്തരം നേടിയാലേ. എഴുതടാ. കണ്ടിന്യൂ. പോട്ടെ.
ബ്രില്യൻ ബോസ്. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എഴുതിയിട്ട കണക്കിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നീ കെമിസ്ട്രിയിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. നിന്നെയല്ല നമിക്കണ്ടേ, നിന്റെ സൃഷ്ടാവിനെയാണ് നമിക്കണ്ടേ. നീ വേറെ ലെവലാടാ. ഇറങ്ങിപ്പോടാ. Get out! ആരാടാ മാളത്തിൽ എഴുതിയിരിക്കുന്നേ? ഞാൻ ഈ എഴുതി വെച്ചതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവോ? അറിയാവാ? ഇല്ല. Stand up! Come on! Come on! വാടാ 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 വാടാ. Get out! Get out! മഴ പെയ്താൽ കുളിരാണെന്ന്. സാറവിടെ നിൽക്കണോ? വന്നല്ലേ, എന്തൊരു സ്നേഹം. സ്നേഹമൊന്നുമല്ല, അപ്പൊ അവിടെ ഞങ്ങളെ കേട്ടോട്ടടിച്ചു. എന്തോ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസാ? എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആർട്സിലെ. അല്ല ഇപ്പഴേ ഡാൻസ് ഡ്രാമ എന്ന് പറഞ്ഞൊക്കെ പോയേ മൊത്തം കലിപ്പാവും. ഞാൻ കയറുന്നില്ല, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. അല്ല ഞാൻ ചോദിച്ചത് നിന്റെ മക്കാട്സ് ടീം വരും പറഞ്ഞാൽ വരൂടെ? മച്ചാനെ മക്കാട്സ് വാക്ക് പറഞ്ഞ വാക്കാണ്. അമാര് വരും, ഞാൻ പോവാ. നമ്മളെന്തെങ്കിലും വഴി നമുക്ക് ഹോസ്റ്റലിൽ പോവാം. എടാ നല്ല കിടില സ്റ്റെപ്പൊക്കെ ഇട്ടേക്കണേ കേട്ടോ. എന്റെ പൊന്നു മച്ചാനെ അമ്മാര് സെറ്റാണ്. ഇങ്ങൊന്നൊന്ന് കാണും. മച്ചാനെ അമ്മാര് പ്രൊഫഷണൽ ടീമാണ്. മച്ചാമാരെ ഇത് ടോണി, ഇത് ബോസ്, ഇത് ബാലു. മച്ചാമാരെ ഇതാണ് മക്കറ്റ്സിന്റെ മെയിൻ ഡാൻസ്. ഇത് DQ. ദുൽഖർ സൽമാനാ? No, Desmond Tutu. കണ്ടംപററി ആണ് മച്ചാന്റെ പേര്. പിന്നെ ഇത് ഔട്ട്ഡോർ ഡാൻസ് ആണ്. മച്ചാൻ മിക്കവാറും വിദേശത്തായിരിക്കും. ഇത് ഫ്രണ്ടിൽ മൂൺ വോക്ക്, ഫ്രണ്ടിൽ മൂൺ വോക്ക് അടിച്ചിട്ട് ഹിപ്പ് ഹോപ്പിൽ മച്ചാന്റെ ഒരു അലക്കുണ്ട്. അപ്പൊ മച്ചാൻ ആ പണിയോളല്ലേ ദിസ് ഗൈസ് അപ്പൊ ലോ ലെവൽ മതി. Oh, let's rock man. So funny. Wow. പിള്ളേരെന്തായാലും പൊളിയാ. ആണ് ഈ പ്രാവശ്യത്തെ ആർട്സ് ഡേ ഉണ്ടല്ലോ, അത് നമ്മളങ്ങ് എടുക്കാം. അല്ല മുടിയാ എവിടെയാണ് നിന്റെ മൂന്ന് വാക്കും ഹിപ്പും കോപ്പൊക്കെ? ഇതാ മുടിയാ, നീ പാട്ടം നിർത്തിക്കേ. ഒരു മിനിറ്റ്. എന്നിട്ട് ഒന്നിങ്ങ് വന്നേ. എന്താ മച്ചാനെ? എടാ അതെ, ഒരു കാര്യം പറയട്ടെ. സത്യം പറടാ, ആരാമാര് മക്കറ്റ്സിന്റെ മെയിൻ ഡാൻസേഴ്സ് ആണ്. കോപ്പാണ്, മൂക്കിടിച്ചാൻ പറ്റും. പറയടാ. ഇടിക്കരുത്, ഞാൻ പറയാം. അവന്മാര് ഞങ്ങളുടെ നാട്ടിലെ മെയിൻ വാർക്ക് പണിക്കാരാണ്. കണ്ണൻ, കിച്ചു, മണിക്കൂട്ടൻ. എനിക്ക് അവനായിട്ടുള്ള കണക്ഷൻ തരാം. ഞാനില്ലാതെ അവന്മാർ പണി നടക്കത്തില്ല. അപ്പൊ മക്കാട്സ് എന്തോടാ? അത് ഞങ്ങൾ മേക്കാടന്മാരെ കൂട്ടായ്മ തുടങ്ങിയതാണല്ലോ. അപ്പൊ ഒരു പഞ്ചായിക്കോട്ടെ എന്ന് പറഞ്ഞ മെക്കഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് സംഭവം. കണ്ട് പൊളിയില്ലേ? പറഞ്ഞു വിട്ടോണോ? പറഞ്ഞുവിടാനോ അളിയ? തുണിയില് ഒന്നിങ്ങി അവന്മാരവനെ പഞ്ഞിക്കാൻ കൊണ്ടുപോയാലേ? അതുറപ്പാ. പിന്നെ അവന്മാരെ എന്തേലും ഒന്നും കൂടെ സെറ്റിൽ കളിയാ. എന്ത് സെറ്റില്ലേ? അളിയ ശാന്തച്ചിട്ട് വേണ്ട വാർക്കപ്പണി കളഞ്ഞിട്ടാണ് അവന്മാരെ എൻ്റെ കൂടെ വന്നത്. നിങ്ങൾ എന്തേലും ഒന്ന് കൊടുത്താൽ മതി. എന്റെ ഒരു 5 പൈസ കൊടുക്കാൻ. അറ്റ്ലീസ്റ്റ് നീ ആ ബിജുനോട് പറഞ്ഞൊരു പൈൻ്റെങ്കിലും ഒപ്പിച്ചേരാൻ പറ്റും. ഒരു 10 ഉള്ളി കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കുന്ന അവന്മാരടുത്ത് ഞാൻ എന്ത് പറയും? നല്ല സെറ്റപ്പ് അല്ലേ? അതെ, നമുക്ക് മേടിച്ചു കാണാൻ കിടക്കാം. പിന്നെ അല്ലാതെ പണിയും കളഞ്ഞ് ഇവിടം വരെ വന്നതല്ലേ. ഓരോരോ മാരണങ്ങൾ വരുന്ന വഴി. നീ കൊള്ളാം കേട്ടോ. നീ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വച്ചാനെ എന്തോ ക്ഷമിക്കാൻ നീ. ഇതുകൊണ്ടേ അവന്മാരുടെ അണ്ണാക്കോട്ട് ഒഴിച്ചു കൊടുക്കും. എത്ര നാളായിരം മുത്തേ നിന്നെ ഒന്ന് കണ്ടിട്ട്. മുടി അമ്മനെ നല്ല കീറാന്നോ? ഒരു 1.5 പെഗ്. 1 2 3 4 പെഗ്. അര നമുക്ക് അടിക്കാനുള്ള സാധനം ഉണ്ട്. മാട്ട സാധനം കേട്ടോ, കുറച്ചടിച്ചാൽ. ഇതാണ് അവന്മാരുടെ 1.5 പെഗ്. ആണോ?
മച്ചാനെ ഇത് നിന്റെ വീട്ടിലെ റബ്ബർ ഷീറ്റ് അല്ല ഉരി എടുക്കൂ ഇത്. എന്നാ നീ തന്നെ കൊണ്ട് ഉണ്ടാക്കാം. ഓ ബോസേ എന്ത് ഉളപ്പിടിയാണോ നീ പിടിച്ചേ ദൂരി. ഇല്ലടാ ഞാൻ പിടിച്ചതിന് നക്കാം. എൻ്റെ ആകെയുള്ളൊരു പെഗും പോയി, അവൻ്റെ ഒരു മക്കാട്സ്. കരുതുന്ന കാശും പോയി. മാറി അളിയ പറ പണിയാണ്, നല്ല മൊട്ടം പണി. എന്താണ് തുറന്നതെല്ലാം മൂഞ്ചിലാണ്. ഈ കാര്യം പറയാ. എടാ ഇന്നലെ നമ്മളെ ജൂനിയർ പിള്ളേരെ പിടിച്ചെടുത്ത് സംസാരിച്ചില്ലേ, അത് നമ്മൾ അവരെ റാഗ് ചെയ്തതാണെന്ന് പറഞ്ഞ് ആ ആമിയും ടീം നാളെ പ്രിൻസിപ്പളിന് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കുക. അതിന് നമ്മളവരെ റാഗി തട്ടില്ലല്ലോ. ആ നൈസ് കമ്പനി ആയിട്ടല്ലേ നമ്മൾ കൊണ്ടുപോയത്. എടാ അതൊക്കെ ഓക്കെയാണ്, പക്ഷെ നമ്മളവരെ കൈ പിടിക്കുന്നത് ആ ആമി ഒളിച്ചിന്ന് വീഡിയോ എടുക്കും, എന്നിട്ട് അത് അവരെ കൊണ്ട് റാഗിങ് ആണെന്ന് പറയിപ്പിക്കും. ഇപ്രാവശ്യം നമ്മൾ തിരക്കും. അത് നീ എങ്ങനെ അറിഞ്ഞു? അതല്ലേ ഞാൻ അവിടെ ഓർത്തിനെ വളച്ച് വെച്ചേക്കുന്നത്. നിനക്കൊക്കെ അത് പഞ്ചായത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവളുമാരെ കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റുന്നില്ല പടച്ചോനെ. നാളെ അവളുമാർ കംപ്ലൈന്റ് കൊടുക്കാതെ നോക്കണം. കൊടുത്ത പണി കിട്ടും ബസ്. ഇത് റാഗിങ്ങാണ്, ഉള്ള പോകുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ വേണം, ആലോചിക്കും. നാളെ എക്സാമിനുള്ളതുണ്ടാ? അത് ഫോട്ടോസാർ എടുക്കാം. അതിനുള്ള പൈസ ഉജിരിന്ന് മേടിക്കണം. ബെസ്റ്റ് 10 രൂപ തരാത്തവനാ പരമനാഥ്. നീ എൻ്റെ പേര് പറഞ്ഞില്ലേ? നിന്റെ പേര് പറഞ്ഞു. അപ്പോഴെ 2 വർഷം മുണ്ടും കൂടെ പൊക്കി കാണിച്ചു. നീ അത് വിട്. അങ്ങനാണെങ്കിൽ അവളുമാരുടെ കയ്യിൽ നിന്ന് നീ എങ്ങനെങ്കിലും ഊരണം. ഈ ട്രാപ്പിൽ അവന്മാർ വീണിരിക്കും. നാളെ എക്സാം വന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അവന്മാർക്കുള്ള പണിയും കൊടുക്കായിരുന്നു. ക്ലാസ് ടീച്ചർ എന്തൊരു പട്ടിഷമായിരുന്നു. ആ മുടിയൊക്കെ ടേബിൾ മടിച്ചത് കണ്ട എന്റെ മുഖത്തടിച്ചു പോയിട്ടുണ്ടായി. നീ നാളെ അവളുമാരെങ്ങാനും കാലുമാറൂ. ഡാർക്ക് അടിക്കല്ലേ, എല്ലാം സെറ്റാണ്. അവന്മാരെ നമ്മൾ കൂട്ടിയിരിക്കും. കിട്ടി, ഒരു ഐഡിയ കിട്ടി. എന്താണ്? അവനെ പോയി നോക്കണം. നീയല്ലേ അപ്പുറത്ത്, നീ അങ്ങോട്ട് പോകും. ഞാൻ ഐഡിയ കിട്ടിയിട്ടിരിക്കുക. ആരാടാ ഈ നേരത്ത്? എന്താ വിളിച്ചേട്ടാ? ഇനി മുതലേ സുന്ദര ഇവിടെ കിടക്കുന്നു. അതങ്ങനെ ശരിയാവും? ഇത്ര നേരം ഞങ്ങൾ മാത്രമല്ലേ ഇവിടെ കിടന്നത്. ഡാ ഇങ്ങോട്ട് വേടാ. എടാ അതിനൊരു കട്ടിലിവിടെ ഒഴിവ് കിടപ്പില്ലേ, അവനോട് കിടന്ന് നിനക്കൊക്കെ എന്താ കുഴപ്പം? അതൊന്നും പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ റോസറോട് പോയി പറയണം. സുന്ദരേ നീ കയറി കിടക്കാമോ? നിനക്ക് ആ ബുദ്ധിമുട്ട് റൂമിൽ വല്ല കഥയൊക്കെ വായിച്ച് സുഖമായിട്ട് കാണാൻ തുടങ്ങിയാൽ പറ്റും. സുന്ദരടേ എനിക്ക് കൂടെ അത്ര സുഖമൊന്നും ആയിരിക്കൂല കേട്ടാ. എനിക്ക് അത്രയ്ക്ക് സുഖമൊക്കെ മതി. എടാ ഇത് എന്റെ കട്ടില, എനിക്ക് കിടക്കണം. കുഴപ്പമില്ല, അല്ലെങ്കിൽ സാവധാന സമയമൊക്കെ എടുത്ത് ആ കട്ടിലേ കിടന്നാൽ മതി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ബോസേ ഒന്നടങ്ങ്. ഇത് എന്തിനാണ് വന്നതെന്ന് പോലും നമുക്കറിയില്ല. ഇത് അവളുമാരെ ട്രാപ്പാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നമുക്ക് നൈസായിട്ട് ഡീൽ ചെയ്യും. അതെ, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഗുഡ് നൈറ്റ്. എന്തൊരു നാറ്റോടെ പതിനതിന്. നിനക്ക് നനയ്ക്കൂടെ? അത് എൻ്റെ ടീഷർട്ടല്ലേ, നിൻ്റെ അല്ലേ? ഓ സാറിന് പിന്നെ നനയും കുളിയൊന്നും ഇല്ലല്ലോ. അതിനെ കഴിവിട്ടേരാൻ ഒരു പെർഫ്യൂം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങ് അടിച്ചു തീർത്തോളൂ. ഓരോരുത്തന്മാർ മുടിയെ വരെയാണ് അടിക്കുന്നത്. എടാ മുടിയാ, ഒരു ദിവസം മുടിയെല്ലാം കൂടെ വെട്ടി ഞാൻ തൂരം ഞാൻ പറഞ്ഞേക്കാം. അച്ഛാനെ എന്റെ മുടിയെ പറയരുത്. നിങ്ങളുടെ മസിലിനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു? എൻ്റെ മസിലിനെ പറഞ്ഞ് നീ ഇടി മേടിക്കല്ലേ? എടാ കിടന്ന് അലക്കാറാ. നിനക്ക് വേണേ ആ സിനിമത്തിന്റെ സുന്ദരന്റെ വായിരിപ്പുണ്ട്, എടുത്തു വെച്ച് അടിച്ചോ. അവനിപ്പോൾ അങ്ങനെ വരുവാടേ. പിന്നെ അവൻ വന്നാ കോപ്പാ. അവൻ പറ. സാർ ഈ കൊല്ലത്തിനാണോ വരുന്നത്? ഇതേ ഞാൻ ജൂനിയർ പെയിന്റിൽ നിന്ന് ബുക്ക് ചെയ്താ. അവൻ്റെ തന്നെ കളർ സെൻസ് ഇല്ലെങ്കിലും സെയിം സൈസാ, അതുകൊണ്ട് എനിക്ക് തൂക്കി. എൻ്റെ ബോസേ, നിന്നെ കാരണം ഇവിടെ ആർക്കും ഒരു പുതിയ ഷെഡി പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ബോസിന് കിട്ടിയാൽ ആസിഡും കുടിക്കും. എന്താണ് ബോസേ? നീ അത് ടോണി അല്ലേ സ്പ്രേ എടുത്തേ. ഓ നമ്മൾ വരുന്നില്ല. ആ നമുക്ക് സമയം നോക്കാറിയാം. ഇയാളൊക്കെ ചെല്ല്. പെട്ടെന്ന് റെഡി ആവടാ. ആ പാവടയാണ് വന്നു കയറിയാലേ ഒരു പരിപാടി നടക്കത്തില്ല കളിയാ.
ഓ ഈ പാവാടായിരുന്നു വേട്ടാവളി. ഗുഡ് മോർണിംഗ്. എല്ലാ അവന്മാരോടും കൂടി ഒരു കാര്യം പറയാൻ പോവുകയാണ്. അറിയാവുന്നത് എഴുതി വെച്ചിട്ട് പൊക്കോണം. ഏതെങ്കിലും ഒരുത്തൻ തുണ്ടോ കോപ്പിയോ അടിക്കാൻ നോക്കിയാൽ തമ്പുരാക്കന്മാരോട് ഞാൻ പ്രത്യേകം പറയുക, എന്റെ അടുത്ത് ഉടായ്പ് കാണിച്ചാൽ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കും കേട്ടാ. വൈക്കോലും മുടിയും വെച്ചോണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ വരുമ്പോൾ മുടിയും വെട്ടിക്കൊണ്ട് വരണം. പിടിച്ചേ. അളിഞ്ഞ ചിരി ഇഷ്ടപ്പെട്ടില്ല. റാഷിദേ, എന്താണ് നിനക്ക് വയറുകടിയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിന്നെന്താ നീ പരിങ്ങുന്നേ? ഒന്നുമില്ല സാർ. കോപ്പി അടിക്കണം? ഇല്ല. എന്താണ് കൈ ചുരുട്ടി പിടിച്ചേക്കുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ല. എന്റെ ക്ലാസ്സിൽ നീ കോപ്പി അടിക്കാറായോ? എണീക്കടാ, എണീക്കടാ, ഏക്കടാ, തുണ്ടെടുക്കടാ, തുറക്കടാ. അതിനകത്തൊന്നുമില്ല സാറേ. പ്ലീസ് സാറേ, സാറേ പ്ലീസ് സാറേ, മസിൽ പിടിക്കല്ലേ, തുറക്കടാ. നിന്റെ ഈ ചിരി ഞാൻ നിർത്തി തരാട്ടോ. എന്താടാ? എന്താ കഴിക്കാത്തന്നെ? കഴിക്കാത്തന്നെ തുറക്കടാ. എന്താ മടി? എന്താ തുറക്കടാ? നീ മുമ്പേ എനിക്കിട്ടൊന്ന് ഒട്ടിച്ചു, വീണ്ടും നീ എനിക്ക് ഒട്ടിക്കാൻ നോക്കണം. തുറക്കടാ, തുറക്കടാ. ബാനു, ഇരിക്കടാ. ഒരുപാട് സർക്കസ് കണ്ടവനാ ഞാൻ. വീണ്ടും എന്നെ ശശിയാക്കാൻ നോക്കരുത്. ഇല്ല സാറേ. മനസ്സിലായില്ലേ? ഇല്ല, ചെയ്യത്തില്ല സാറേ. താങ്ക് യു. ഇങ്ങനെ ഒരുപാട് ഓണം ഉണ്ടവനാ ഞാൻ. അങ്ങനെ കുറെ ഉണ്ടതാ. ഇതുപോലെ ഒരു പൊട്ടാൻ ഇത് എന്ന് പൊളിക്കും മോനെ. ബോസിൽ നിന്ന് വെച്ച ആരാണ് വിചാരം? സാറേ എന്റെ പേന എടുത്തെഴുതടാ. 2 മണിക്കൂർ ശ്വാസമടക്കി പിടിച്ചെഴുതിയാലേ പാസ് മാർക്ക് കിട്ടും. ഇവിടെ തുണ്ടെടുത്ത് തരാൻ നിന്നെ ആരും സഹായിക്കില്ല. ഇന്ത ഉലകത്തിലെ ഏറ്റവും വലിയ പോരാളി നമ്മൾ തന്നെ ആവണം. എഴുതിയിട്ട് അങ്ങ് തന്നാ മതി. നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. പോരെ, ഞങ്ങൾ പറഞ്ഞു തന്ന പോലെ അവിടെ ചെന്നങ്ങ് പറഞ്ഞാൽ മാത്രം മതി.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നെങ്ങാനും ബപ്പ അടിച്ച ഞങ്ങളുടെ തലി കൊണ നിങ്ങൾ മനസ്സിലാക്കും. ഇത് ആമയങ്ങൾക്കുള്ള സ്പെഷ്യൽ വടയാണ്. താങ്ക് യു ചേട്ടാ. അറിയാം ഇപ്രാവശ്യം എന്തായാലും ജയിക്കാനുള്ള തൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഉറപ്പല്ലേ? എടാ അവളുമാർ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം തേഞ്ഞത് തന്നെ. ഏത് നേരത്താണോ എന്തോ എനിക്ക് ആ പെമ്പിളരുടെ കൈ കയറി പിടിക്കാൻ തോന്നിയത്. അയ്യ അവൾമാരെ അടുത്ത കുടിയിലോട്ട് അങ്ങോട്ട് എറിഞ്ഞാലോ? കംപ്ലൈന്റ് ഒക്കെ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മളൊക്കെ ഒരേ ക്ലാസ്മേറ്റ്സ് അല്ലേ? നീ ഇതിൽ ഇടപെടണ്ട. എന്താന്ന് വെച്ചാ ഞങ്ങൾ നോക്കിക്കോളാം. കണ്ടാ ആ സിനിമ തണ്ടി ഉണ്ട് അവരുടെ. അവനും കൂടെ ചേർന്നുള്ള പരിപാടിയാ. ഓസേ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ. എന്റെ പൊന്നു ബോസെ നിന്ന് കൊത്തങ്കല്ല് കളിക്കാൻ എന്തെങ്കിലും പറ. അവളുമാരിപ്പോ അങ്ങ് എത്തും. ബോസിന്റെ കൂടത്രയാണോ? എന്താണ് കാര്യം? ഇത് ബോസിന്റെ 18ാമത്തെ അടവാണല്ലേ? അല്ലളിയ, ഇതെന്റെ 4ാമത്തെ അടവ. ഇനി ബോസിന്റെ അടവുകൾ കാണാൻ കിടക്കുന്നേ ഉള്ളു മക്കളെ. എന്റെ ടോണി വല്ല മലയാളം പാട്ട് പാടളിയാ. പിന്നെ ഇയാൾ തന്നെ കൊണ്ട് പാട്. എന്നാ പിന്നെ ദർബാർ രാഗത്ത് ഞാൻ അലക്കം കലക്കാം. എന്റെ ബോസ നിന്റെ ഓരിയിടലൊന്നും നടത്തുവോ? മുടിയാ, ഇത് സംഗതി വേറെയാണ്. ഇത് സംഗീതം. അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. ഈ ബോസ് അറിഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഈ പട്ടിയെ പോലെ. അലയും നീ അലഞ്ഞു തിരിഞ്ഞ് പണ്ടാരോടങ്ങും. മൊത്തത്തില് ഒരു 10-30 സപ്ലി ആവും. എക്സാം ഒക്കെ പിന്നത്തെ കാര്യമില്ലേ, അതൊക്കെ പിന്നെ സെറ്റ് ചെയ്യാം. അത് നീ 6.5 കട്ടയ്ക്ക് ഒരു സാധനം പിടി. നാട്ടെ ഇതുപോലെ മലരേ നിന്നെ മലരല്ലടാ മൈ ഡിയറേ. എന്റെ പൊന്നു ബോസേ, പട്ടി വരെ നടക്കി കളിക്കാൻ നീ. അതെങ്ങാനും കെട്ടഴിഞ്ഞ് വന്നാ ഇവിടെ കേറി വന്ന് നിന്നെ കടിച്ചിട്ടു പോകും. അതെ അതെ, സംഗതി ഇട്ടാഞ്ഞിട്ടാ. ടോണി മറ്റേ വീണയ്ക്കകത്ത് സാധനം ഇട്ടെ. വീണ ഇത് എന്റെ ബോസേ. എടാ വീണയും തമ്പുരും കണ്ട തിരിച്ചറിയാൻ വേണ്ട ഊളെ. ഓ ഈ മരപ്പാഴകളുടെ കൂടെയാണല്ലോ എന്റെ ജീവിതം. എന്റെ കർത്താവേ. സെറ്റ് 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 സെറ്റ്. വെയിറ്റ് വെയിറ്റ്, സാധനം കിട്ടി. അമരടിക്കണ കാലമായടി രാവിലെ എന്നോട് വന്നപ്പോ ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല. എന്തൊക്കെയാവും? അവിടെ കോളേജിലോട്ട് ഓർമ്മ പേടിച്ചു. ഇത്രാമത്തെ പ്രാവശ്യമാടി ഉച്ചക്കത്തെ സാമ്പാർ പണി വന്ന. അത് സീനാണോ? അല്ല ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട അവന്മാരെങ്ങാണ് അറിഞ്ഞ കോളേജ് മൊത്തം മാറ്റിക്കും. എങ്കിൽ ആ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. ഒരു സാമ്പാർ ഉണ്ടാക്കി വെച്ച പണിയേ. ഉച്ചക്കത്തെ സാമ്പാറല്ല, വൈകിട്ടത്തെ വടയാണ് ഹീറോ. കഴിഞ്ഞ പ്രാവശ്യം പൈൻ്റെ വാങ്ങി തരാന്നുള്ളത് നീ മുങ്ങിയതാ. ഇപ്രാവശ്യം അങ്ങനെയല്ല, ചേട്ടൻ ഫുള്ള് വാങ്ങിച്ചു തരും. എങ്കിലും ഓക്കെ. മെറിഞ്ഞാത്തെ പരിപ്പോടെ അത് വെച്ചിട്ട് പിടിച്ചേക്കാം. അയ്യോ ചേട്ടാ, അവളെ കൊല്ലാനെന്നല്ല ഞാൻ പറഞ്ഞേ. ജസ്റ്റ് ഒരു ദിവസം കിടത്തിയാൽ മതി. അത്രയും മതിയോ? എന്നാൽ ഇന്നലെ വൈകിട്ടത്തെ സാധനം എടുക്കാം. ചേട്ടൻ രാവിലെ ഉണ്ടാക്കിയതാണേലും ഓക്കെയാണ്. നീ ചെല്ല് പോയി കുപ്പി എടുത്തിട്ട് വാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ചേട്ടാ.
ആമിമോക്കുള്ള സ്പെഷ്യൽ വട എങ്ങനെയുണ്ട്? നമ്മൾ മരത്തെ കാണുമ്പോഴേ ബോസ് മാനത്ത് കാണുന്നു. ഗ്രേറ്റ് ബോസ്. അല്ല ബോസിനാ സുമ്മാവാ. ഒരു തീം നമ്മക്കിട്ട് ഉണ്ടാക്കത്തില്ല, അവളുമാര് കുറച്ചുകൂടെ മൂക്കണം. എന്നാലും എക്സാം ടൈമിൽ ഒരു പെണ്ണോട് അങ്ങനെ ചെയ്ത് ശരിയായില്ല കേട്ടോ. അയ്യോ സാറിന് കറി കൊണ്ട് ഒരു പെണ്ണായോണ്ട് പറഞ്ഞതേ ഉള്ളൂ. വല്ല ഫുഡ് പോയ്സൺ അടിച്ചാൽ പണി കിട്ടും. അത് ഞങ്ങളങ്ങ് സഹിച്ചു. നീ കൂടുതൽ പണയാൻ വരണ്ട. പെണ്ണുങ്ങൾക്ക് പണി കൊടുത്തല്ല ഹീറോയിസം കാണിക്കേണ്ടത്. നിനക്ക് ഞാൻ ഹീറോയിസം കാണിച്ചു തരാടാ. നീയേ അവളുമാരത്ത് ഉണ്ടാക്കാൻ നിനക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വരണ്ട കേട്ടോ. ബോസേ നീ സൂക്ഷിച്ച് സംസാരിക്കും. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? സുന്ദർ തീർന്നു പോനെ. ബോസിന്റെ ദേഹത്താ കൈവച്ചത്. എന്നാലും ബോസിനൊക്കെ അടിക്കുമെന്ന് വെച്ചാ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. സുന്ദരൻ, നീ ബോസിനോട് സോറി പറഞ്ഞേ. ബോസ് കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ്. ഞങ്ങൾ പോലും പിടിച്ചാൽ കിട്ടൂല. നീ വെറുതെ സീനാക്കല്ലേ. സുന്ദര നീ സോറി പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി പോക്കണം. ഇവിടുത്തെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. ബോസേ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലടിച്ച നീ എൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അളിയ സോറി. വീട്ടിൽ ചെന്ന വാപ്പാടടി, നാട്ടിറങ്ങിയ നാട്ടുകാരടി. ഇവിടെ ഇവിടെ എനിക്ക് കിട്ടാണ്ടായിരുന്നുള്ളൂ. കൈവച്ചപ്പോ എല്ലാത്തിനും സന്തോഷമല്ലേ? അരുത് ബോസേ അരുത്. ഇപ്പൊ നീ ഇത് വലിച്ചു കയറ്റിയാ എന്നെ കൺട്രോൾ പോകും. പാപ്പടിച്ച് എന്റെ മൂക്കിന്റെ പാലം വിളിച്ചിരിക്കുക. ശ്വാസം കിട്ടാൻ വേണ്ടി ഏതൊക്കെ വലിച്ചു കയറ്റുന്നേ, അല്ലാതെ റൗണ്ട് സിഗറും കോപ്പൊന്നും അല്ല. അത് വിട്ടുകള ബോസേ. മാറിപ്പോയി. പെണ്ണങ്ങല്ലേടാ. അടിയും ഡൂപ്പാടും നീക്കുമ്പോഴാണോ നീ ഇംഗ്ലീഷ് കളിക്കുന്നത്? പട്ടി. എന്റെ ഉണ്ണിയുടെ സെലിബ്രേഷനെ പറ്റി ആരും പറഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. എവിടെ ആയിരുന്നു എന്റെ ഉണ്ണി ഇത്രയും കാലം? അളിയാ നീ തന്നെയാണ് ഇവിടുത്തെ ബോസ്. അപ്പൊ ബോസ് എങ്ങനെ നമ്മൾ പൊളിക്കല്ലേ? എന്തോ അടിയത്? 2 പുസ്തകത്തിനുള്ള പൈസ പോലും ഇല്ലല്ലോ. കാശ് അത്രേ ഉള്ളൂ ചേട്ടാ. എന്നാലേ നീ മുഴുവൻ പൈസ തന്നിട്ട് നീ പഠിച്ചാൽ മതി. എന്നാ നമുക്കേതാ? ഇയാളിത് എപ്പോഴെപ്പോഴും ചോദിക്കണ്ട. കറുപ്പ് കറുപ്പാന്നല്ലോ. അപ്പൊ ഈ സൈഡിൽ ഇരിക്കുന്ന കടിച്ചിട്ടാലോ? അത് വഴി പോരുമല്ല. അല്ലെ ആ ഗ്യാപ്പ് വഴി കയറിവിടാ. നീ നോക്കിട്ടോ. ബോസ് നമ്മുടെ ഓപ്പോസിറ്റ് വന്നാൽ തന്നെ പകുതി കളി നമ്മൾ ജയിച്ചു. ചെത്തുണ്ടല്ലോ ചെത്ത് നോക്കിന്നോട്ടാ. നശിച്ച കാറ്റ്. ആ നല്ല ബെസ്റ്റ് ചെത്തല്. മര്യാദയ്ക്ക് അടിച്ചെങ്കിൽ അത് കിട്ടിപ്പോനെ. ഈ കളി തോറ്റല്ലേ ഇതാണ്ടേ എവൻ്റെയൊക്കെ കീറി നിക്കർ വരെ കൈ കൊടുക്കേണ്ടി വരും. ഇത് വീടോ? ഇല്ലെങ്കിൽ വിട്ടാലോട്ടോ. അടുത്തോളം ഞാനങ്ങ് ഫിനിഷ് എടാ ധോണി ഏറ്റവും നല്ല ഫിനിഷർ ഞാനാ. നോക്കിയോ. നിങ്ങളുടെ എത്ര ഫോട്ടോ കോപ്പി? അന്ന് കയറിയപ്പോഴേ നീ തുണ്ട് എഴുതി തുടങ്ങിയോ? അല്ല ഏട്ടാ, ഇത് അടുത്ത സെമസ്റ്ററിലെ നോട്ട്സ് ആണ്. എന്താ നിന്നെ ടെക്സ്റ്റ് വാങ്ങിച്ചൂടെ? കാശില്ലാത്തോണ്ട്. നിന്റെ അപ്പനാണോ പണി? അച്ഛൻ മരിച്ചു പോയതാ, അമ്മയാ പഠിപ്പിക്കുന്നത്. നിന്റെ എത്ര ഉണ്ട് കയ്യിലിപ്പം? 75 രൂപ. ഇങ്ങോട്ട് എടുക്കടാ. നിനക്കിത് വേണമെന്നുണ്ടെങ്കിലേ വൈകിട്ട് ഗോകുലത്തേക്ക് വന്നാ കേട്ടോ. ആ ചെക്കൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു.
വൈകിട്ടത്തെ ടച്ചിങ്സ് ഞാൻ തരായിരുന്നല്ലോ. അല്ലേലും നീ തന്നെ തരണത്. ഓ എടാ വാടാ സോണി കളി കളി കളി. നമ്മുടെ ഏതായിട്ടായിരുന്നു? നമുക്ക് കട്ടയില്ല, തോറ്റുപോയി. സാറേ കുഴപ്പക്കാർ പിള്ളേരാണേ, ശ്രദ്ധിച്ചോണേ. ഓ അത് ഞാൻ മാനേജ് ചെയ്തോളാം. ശരി ഓക്കെ സാർ. ഓക്കെ ബൈ. ഓക്കെ. മച്ചാനെ പടയപ്പോ പോയി. അപ്പൊ ഇനി സെറ്റ് എടാ സുന്ദരേ, ടച്ചിങ്സ് എല്ലാം സെറ്റല്ലേ? ഒക്കെ സെറ്റ് അളിയാ. ഗ്ലാസ് സാധനമൊക്കെ മേലെ എപ്പോഴാ റെഡി? ആ നീ കറക്റ്റ് സമയത്ത് തന്നെ വന്നോ? കയറി വാ. എടാ ബോസേ, ദൈവനെ കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു വിടും കേട്ടോ. വാടാ മോനെ കയറി വാ. ആവശ്യമുള്ള എടുത്തോടാ. നിനക്ക് എന്താ സന്തോഷമില്ലാത്ത എടുത്തോടാ. ചേട്ടാ കാശില്ല. ബുക്ക് വിറ്റ് കാശുണ്ടാക്കേണ്ട ഗതികേടൊന്നും നമുക്കില്ല. നീ അതുകൊണ്ട് പഠിക്കും. ഡേയ് നമ്മൾ തൊട്ടുകൊടുത്ത് നോക്കാൻ സാധനമാണ്. ഒന്നോടെ നോയിക്കോണം. എന്നാ എൻ്റെ പൈസ. ഇനി ഈ ബുക്കും കൊണ്ട് പോയിട്ട് കുത്തിരുന്ന് പഠിച്ചോണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പിടിച്ചെൻ്റെ കൂമ്പിയാ മാറ്റും. ഓക്കെ എടാ ബാബാ, എല്ലാം സെറ്റ്. വേണ്ട ടെറസിലേക്ക് ഒറ്റ ഒരുത്തനെ കയറ്റിയില്ലോ. എടാ ബുജിയില്ലേ, അവൻ എന്നെ നെഗറ്റീവാടാ. എന്തേലും എഴുതാൻ തുടങ്ങുമ്പം അപ്പം തുടങ്ങും അവൻ്റെ നെഗറ്റിവിറ്റി പാട്ടി. അളിയാ നാടിനെ പിടിച്ചങ്ങോട്ട് ഇടിച്ചാൽ നമുക്ക്. അത് വേണ്ട അത് വേണ്ട. എടാ കാര്യം ഞാൻ പിള്ളച്ചേട്ടന് കള്ളു മേടിച്ചു കൊടുത്താണ് നിങ്ങളുടെ മുറിലോട്ട് വന്നെങ്കിലും അത് നിങ്ങളുടെ പാരപണിയൊന്നുമല്ല, ഒരു സമാധാനമായിട്ട് എഴുതാൻ വേണ്ടിയാ. എടാ നീ ആ ഉമ്മും തമ്മിൽ എന്താടാ അവിടെ? നിങ്ങളൊന്നുമില്ല അതിനല്ലേ ഉമ്മുവാ ലൈൻ അടിക്കാൻ പറ്റിയൊരു ചളുക്ക്. അതൊക്കെ എന്താ പറഞ്ഞു? എടാ എക്സാമിന് അവളുടെ നോക്കി എഴുതിയാണ് ഞാൻ ഇതുവരെ ജയിച്ചോണ്ടിരുന്നത്. പിന്നെ നിന്നെയൊക്കെ ഒരു 10 കുറ്റം പറഞ്ഞാൽ അവൾ അവളുടെ വള വരെ എനിക്ക് ഊരിത്തരും. പിന്നെ അത് വെച്ചാണല്ലോ നമ്മുടെ ഈ അടിയൊക്കെ നടക്കുന്നത്. ഒരു പ്രത്യേകതരം മൂജിക്ക ജീവിതമാണല്ലേ നിന്റെ? അങ്ങനെയും പറയാം. അയ്യാ സാധനം തീർന്നല്ലോ. ഇതാ ഞാൻ സാധനം അടിക്കാത്ത മൂക്കി പറ്റാത്ത ഒരു സാധനം കൊണ്ടുവന്നിട്ട് എന്തോന്നല്ലേ സുന്ദര? നിനക്ക് സാധനം വേണോ? ഉണ്ടോ? വേണോ? വേണം. മുടിയാ, നമ്മുടെ മുറിയിലോട്ട് കേറുമ്പോ നിന്റെ കട്ടിലില്ലേ, അതിന്റെ ഒരു ഷൂ ഉണ്ട്, അതിനകത്തിരിക്കാൻ സാധനം ഇങ്ങനെ എടുത്തോണ്ട് ഞാൻ പാട്ടോടുമ്പോ നീ എന്നെ പട്ടേന്ന് വിളിക്കോ? ഡീസന്റ്. എടാ ഈ ഗ്ലാസിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കുപ്പി ഗ്ലാസ്. അതല്ല, ഇവന് നിറമില്ല, ജാതിയില്ല, മതമില്ല, ഒരുമയുടെ പ്രതീകമാണിവൻ. നീ ഭയങ്കരം തന്നെ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവിടെ ഇരിക്കടാ, സാധനം വരുന്നുണ്ട്, അടിച്ചിട്ട് പോയാ മതി. ഒട്ടട്ടെ കളിയാ അടുത്ത റൗണ്ട്. എന്തുവാ? സിഗരറ്റ് വലിച്ചേ പറ്റൂ. ഡേയ് നിനക്ക് എപ്പോൾ വെള്ളം അടിച്ചാലും നിനക്ക് സിഗരറ്റ് വേണമല്ലോ. എന്താ ഇത്? അളിയാ അങ്ങനെയാണെങ്കിൽ എനിക്കും വേണ്ടോ ഫസ്റ്റ് ഈ പാതിരാത്രി നിനക്ക് ഞാൻ എവിടെ പോയടേ സിഗരറ്റ് ഉണ്ടായി? അളിയ ഇപ്പം ബിജുവിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം കിട്ടും സിഗരറ്റ്. സിഗരറ്റ് വേണം. ഇനി സിഗരറ്റ് വലിച്ചേ പറ്റൂ. എണ്ണീര് ഞാൻ പറഞ്ഞ അപ്പഴത്തെ കട പറഞ്ഞല്ലോ, ബിജുവിന്റെ കടയിൽ പോന്ന് ഞാൻ പറഞ്ഞു. അത് കട പൂട്ടിയിടുകയാണ്. നമുക്കേ കുത്തി തുറന്നാലോ? വേണ്ട കളിയാ, നമുക്ക് നൈസായിട്ട് ബോംബ് വെച്ചു. കുടിച്ച കാലിന് വെള്ളി കളയല്ലേ? ഇറങ്ങി വാടി, നീ എന്റെ പേര് കംപ്ലൈന്റ് കൊടുക്കൂലേ? പെണ്ണുങ്ങളെ തെറി വിളിക്കരുത്. തെറി വിളിക്കണമെങ്കിൽ അവന്മാരെ ഹോസ്റ്റലിന്റെ മുമ്പിൽ പോയി വിളിക്കണം. ഹീറോയിസം. എനിക്കൊരു ഡൗട്ട്, ഈ ബോബി ആണാണ് പെണ്ണാണ്? കുടിച്ചിട്ട് പെമ്പിളെ കാണണമെന്ന് പറയല്ലോ കേട്ടോ. ഓക്കെ, എന്നാ എന്റെ ഒരു പാട്ട്. എള്ളുള്ളേരി എള്ളുള്ളേരി മാറി നേടി തിരപ്പട്ടേ തുണ്ട് അങ്ങോട്ട് മാറി നേടി. എള്ളുള്ളേരി എള്ളുള്ളേരി മാറി നേടി തിരപ്പട്ടേ തുണ്ട് അങ്ങോട്ട് മാറി നേടി. സിഗരറ്റ് നിനക്ക് സിഗരറ്റ് അല്ലേ വേണ്ടേ? അയ്യാ ഈ ജില്ലയിൽ നിന്ന് എവിടെ സിഗരറ്റ് ഉണ്ടോ നിനക്ക് ഏതെങ്കിലും കട സിഗരറ്റ്
മാർബിള് എന്തായാലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയല്ലോ അല്ലേ? പി സി എല്ലാത്തിനും പേർക്ക് അകത്തിടെ അഭ്യാസമായിട്ട് ഇറങ്ങിയേക്കുന്നു. പോലീസിന് എന്താ ഈ ഹോസ്റ്റലിൽ കാര്യം? അളിയ ഹോസ്റ്റലിൽ നിന്ന് മോഷണം പോയോ? അവന്മാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണം. ബോസേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കീറി ഷെഡ് ദൂരെ കളയും. എടാ പൊട്ട, അത് ആർട്ട് സ്റ്റേറ്റ് തന്നെ പിള്ളേരെ പൈസ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ചിനെ ഏത് സമയത്താണെന്നോ ഇവിടെ നിന്ന് പെടാൻ തോന്നി. അതാണ് ഇനി മേലാണല്ലോ കള്ളു കുടിച്ചിരുന്ന് സിഗരറ്റ് വേണം കോപ്പ് വേണമെന്ന് പറഞ്ഞ് നീ ഇറങ്ങണം കേട്ടോ. എന്നിട്ട് ഇയാൾക്ക് സുഖമായിട്ട് ഇറങ്ങുന്ന ഉറങ്ങിയല്ലേ? കയറി വരണടാ. കള്ളു കുടിച്ച് കയറി കിടക്കാൻ എന്താണ് നിന്റെയൊക്കെ തറവാട്ട് സ്വത്തോ? പ്രൊഫസർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെയൊക്കെ വെറുതെ വിടുന്നത്. ഇനി ഇത് ആവർത്തിച്ചാൽ ചവിട്ടി ഞാൻ നാട്ടിലൊടിക്കും. പെറ്റി അടച്ചിട്ട് പോടാ. ഡാ തോട്ടി, ഇനി വന്നേ. ഞാൻ കണ്ടത് കണ്ടു. ഇനി ഈ സർക്കിളിൽ വേറെ ആരും കാണണ്ട. മര്യാദയ്ക്ക് ഈ അരിപ്പ മാറ്റിയിട്ട് നല്ലൊരു അണ്ടർവെയർ വാങ്ങിച്ചിട്ടോ. അപ്പോ താങ്ക്സ്. ആൾക്കൊന്നനെ 1000 രൂപ വെച്ച് 5000 രൂപ കൊടുത്തിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്. ഇനി ഈ മാസം എനിക്ക് റബ്ബർ ഷീറ്റ് വീട്ടിൽ നിന്ന് പൊക്കാൻ പറ്റും തോന്നില്ല. അല്ലേ ഈ റബ്ബർ ഷീറ്റിന്റെ വില ഇടിഞ്ഞിരിക്കണം മച്ചാനെ. നമുക്ക് വല്ല കുരുമുളകോ വല്ല പിടിക്കാന്ന്. നീ വെറുതെ പിടിപ്പിക്കല മുടിയാ. അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യൻ്റെ ജെട്ടി കയറിയിരിക്കുക. അപ്പൻ്റെ തെറിക്കാണെങ്കിൽ ഒരു കയ്യും കണക്കില്ല. കുറച്ചൊക്കെ ചീത്തവിളി കേട്ടാലല്ലേ കാര്യങ്ങളൊക്കെ നടന്നു പോകത്തുള്ളൂ. ദേവി, ഹലോ മോളെ. ആ ഇപ്പോഴോ? ആ ശരി ശരി, ഇപ്പോൾ പറയാം പോരാ. എന്താ അളിയന്മാരെ വാ, ഒരു പ്രശ്നമുണ്ട്. ഇത് ആ വാടാ പറയാം. നീ കാര്യം പറഞ്ഞിട്ട് നീ വാ. ഓ എടാ നീ വരുന്നില്ലേ? അങ്ങോട്ട് ഞാൻ വന്നേക്കാം. ആ മോളെ കരയാതെ കാര്യം പറ. ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്ന വഴി അവിടെ നിന്ന് ഒരു ചെറുക്കൻ കൈ കയറി പിടിച്ചിട്ട് എന്നോട് അനാവശ്യം പറഞ്ഞു. സഹി കേട്ടിട്ട് പറയോ ചേട്ടാ, അവന്മാരെപ്പോഴും ഉപദ്രവ. ഓഹോ, കൈ കയറി പിടിച്ചോ? എവിടെയാ അവന്മാര്? അവന്മാരെ ഗ്രൗണ്ടിലുണ്ട്. അവന്മാരുടെ അസുഖം ഞങ്ങൾ മാറി കൊടുക്കാം. നിങ്ങൾ പോക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. അളിയന്മാരെ വന്നേ, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഡേ അടങ്ങ്. രാവിലെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. നീ മോരെ വള്ളിയും പിടിച്ചിട്ട് വരല്ലേ പാനു? അത് തന്നെ എസ് അടിച്ച് നാട്ടിലൊടിക്കാൻ തന്നെ ഭാഗ്യം. അളിയന്മാരെ, നമ്മളെ വീട്ടിലൊരു പെൺകൊച്ചിനാണ് സംഭവിച്ചല്ലോ. പിന്നെ നമ്മളിവിടെ തമ്പുരാക്കന്മാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് നമ്മുടെ പിള്ളേർക്ക് ഒരു കാര്യം വരുമ്പോൾ നമ്മളല്ലേ സഹായിക്കേണ്ടത് അല്ലേ? അല്ലേ? പിന്നെ വാ. എടാ എന്നല്ലേ നീ ആ സുന്ദരനെ കൂടെ ഒന്ന് വിളിച്ചിട്ട് വരാൻ പറ കേട്ടോ. ഈ കുള്ളനാ യവനെ പറയടേ ഇതിനാ. Come on. ഡേയ്, ഇവിടെ ചോദിക്കാനും പറയാൻ ആമ്പിടല്ലെന്ന് വെച്ചാ ഈ വഴിയെ പോണ പെമ്പിളരെ തടഞ്ഞു നിർത്തി അനാവശ്യം പറിച്ചില്ല. എന്തുവാടാ അടിയാ മൂഞ്ചി. ഈ കൊള്ളം മാത്രമല്ല അമ്മരുണ്ട് നടിയുണ്ട് തോറും. അതൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ട് ഏത് പെണ്ണാ? അല്ലണ്ണ, ഇതിനൊരു പെണ്ണ് പോണുണ്ടായിരുന്നോ? ഒരു കറുത്തോടെ പെണ്ണ്. പെണ്ണുങ്ങളോട് അനാവശ്യം കാണിക്കരുതെന്നോ അങ്ങനെന്താ പറഞ്ഞല്ലോ? അനാവശ്യം ഒന്നല്ല ചേട്ടാ, അവന് അത്യാവശ്യമായിട്ട് പെണ്ണിൻ്റെ അടുത്ത് എന്തോ പറയാനായിരുന്നു, അതുകൊണ്ടാ. അവള് നിന്റെ ഗടിയ. നീ ആള് കൊള്ളാലോടാ. ചേട്ടന്മാരെ കൂടെ ഉണ്ട് കേട്ടാ. പിള്ളേരെ തൊടുന്നോടാ. എന്തിനാണ് എന്നെ പട്ടിയെ പോലെ അടിക്കുന്നേ? എന്താണ് ഞാൻ ഒരു പാവാണ് അന്യം കളിക്കുന്ന
എടുത്തോണ്ട് പോടാ ഇവിടെ. മൂക്കിലടിക്കല് മൂക്കിലടിക്കില്ല. മൂക്ക് മാത്രം അടിക്കല. അണ്ണാ മൂക്കിന് പാലം പറ്റിയിരിക്കുക. വേറെ എവിടെ വേണമെങ്കിലും ഇടിച്ചോ. അടിക്കല് മൂക്ക് മാത്രം അടിക്കല. വേറെ എവിടെ വേണമെങ്കിലും ഇടിച്ചോണം. ചേട്ടാ അവിടെ എന്താ പ്രശ്നം? കുളവില്ലാതെ അമ്മ അടിയ. ഓ ഉമ്മക്ക് എപ്പോഴും ഇത് തന്നെ പരിപാടി. വളരെ മോശം. എടാ ഒരു നിമിഷം. മോളെ പഞ്ഞി കിട്ടോണ്ടിരിക്കുക. കൊള്ളത്തൊന്നുമില്ല. കയ്യോ കാലോ. ഓക്കെ ചേട്ടൻ വിളിക്കാം. നമ്മളെടാ പറഞ്ഞു നിർത്തി. അടിക്കരുത്. വേദന ഉണ്ടോ? നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തിനെ വള്ളി കയറി പിടിച്ചേ. ഒന്നാമത് മൂങ്ങിന് മാനമില്ല. എൻ്റെ സുന്ദനാ, നീ എവിടെ നിന്ന് കയറിയിടാ? എടാ എൻ്റെ റൂംമേറ്റ്സിനോട് ഞാൻ എൻ്റെ ആത്മാർത്ഥത കാണിക്കണ്ടേ? ഓ ആത്മാർത്ഥത വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ നല്ല ഐശ്വര്യം. മനുഷ്യൻ്റെ നടു ഒടിഞ്ഞ്. ഇതാ എന്തു പണിയാണ് നീയൊക്കെ കാണിച്ചത്? എടാ നീയൊക്കെ അടിച്ചത് പാർട്ടിക്കാരെയാ. അവന്മാർ രാത്രി ഹോസ്റ്റലിൽ കയറി വന്നല്ലോ. എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ നോക്ക്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു പണിയും കാണിച്ചുകൊണ്ട് ഇറങ്ങിക്കോ. അടച്ചോനെ ഇനിയും കിട്ടാനുണ്ടോ? അളിയാ ഇനി എങ്ങോട്ട് പോവും? പിള്ളച്ചേട്ടൻ പറഞ്ഞതേ അമ്മാരെ നല്ല രാത്രി ഹോസ്റ്റലിൽ കയറിയെന്നാ. വാ എനിക്ക് പോവാം. അല്ല എങ്ങടാ പോണേ? നിന്റെ വീട്ടിലോട്ട് ഇന്നലെ രാത്രി പറഞ്ഞല്ലേ? ഒന്നും ശരിയാവില്ല. ഇവിടുന്ന് 100-200 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ. അത്ര ഉണ്ടാ? എന്നാ അങ്ങോട്ട് തന്നെ പോവാം. ഇല്ലെങ്കിലേ അവൻ ലോഡ്ജ് കയറി ഇരിക്കും. എടാ അതല്ലടാ, അപ്പനും അമ്മയും ഭയങ്കര ബിസി ആയിരിക്കും. സാരമില്ല, ഞങ്ങൾ ഫാമിൽ കിടന്നോളാം. അതെ നിന്റെ 1000 പശുക്കളുള്ള ഫാമിലി. ഓ അളിയ വാ എനിക്ക് പോവാം. വണ്ടി കിട്ടിയാ? ആ വണ്ടി കിട്ടി. ഏതാണ് വണ്ടി? ബെൻസ്. ആ നിനക്ക് ബെൻസ് കയറ്റിക്കൊണ്ടുപോയി എന്റെ കുഞ്ഞമ്മയുടെ മുള്ള കല്യാണമാണോ? എണീറ്റ് വാടാ. പൊന്നോ മരനെ കൊണ്ട് ഇങ്ങോട്ട് വാടാ മുടിയാ. അളിയാ ടോണി ഇതാണോ വണ്ടി? വാടാ. എന്റെ പൊന്നു മുടിയാ, സെറ്റ് സ്ഥലമാണല്ലോ. ഇതേ കൊണ്ടായിട്ടാണ് പട്ടിക്കാറ്റ് വന്ന് നടക്കുന്നത്. മച്ചാൻ ഇതൊക്കെ എന്ത്? ഇനി കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ.
ഫാന്റാസ്റ്റിക് പ്രൈസ്. സുഖാണോ? ഓ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നടാ? ആ കുഴപ്പമില്ലേട്ടാ, കഴിഞ്ഞ തവണ ഒറ്റ മാറിയാണ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് പോയത്. വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയത് കാര്യമായി, അല്ല വെള്ളം തള്ളി മറിച്ചേനെ. നിനക്ക് യൂണിവേഴ്സിറ്റി സ്പെല്ലിംഗ് അറിയാം അവിടെ മുടിയാ നിനക്ക്? ആ എടാ ആ പാവത്തിനോട് എന്തിനാടാ ഇങ്ങനെ തള്ളി എടാ നിനക്ക് അറിയാൻ മേലാത്തോണ്ട് ഈ നാട്ടുകാർ തണ്ടികളെ എന്തൊക്കെ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന അറിയാവോ? മാത്രമല്ല വേണമെങ്കിൽ പറയാം, അവിടുന്ന് പാർട്ടിക്കാരോട്ട് അടിയുണ്ടാക്കിട്ടെ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കാന്ന്. അത് വേണോ? അതും ശരിയാ. ആ എന്നാ കിടക്കട്ട് വാ. എന്തോന്നാ ഇത്? ഞാൻ മനസ്സിൽ കണ്ട അതേ രമണീയത, എന്റെ സങ്കല്പത്തിലെ അതേ ഫ്രെയിംസ് ഞാനിവിടെ എഴുതി മറിക്കും. എടാ ഇതൊക്കെ എന്ത്? ഇതിലും വലിയ രമണീയത നിനക്ക് ഞാൻ തരാം. ബ്രോ മൂട് സ്ഥലമല്ലേ? എനിക്ക് വയ്യ. എവിടാ മുടിയാ നിന്റെ വീട്? അച്ഛനെ ആ കാണുന്ന മല കണ്ട, അതിന്റെ താഴെ നമ്മുടെ വീട്. ഇതിപ്പോ നടന്നു തമിഴ്നാടത്തിലൂടെ മുടിയാ. ഇങ്ങോട്ട് വാളിയാ. പോ കുരിശുമല കയറാൻ അപ്പം പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് കയറിയിട്ടില്ല എൻ്റെ മുടിയാ. എന്റെ മച്ചാനെ ഒരു 4 വളൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്. എനിക്കിത് നടക്കാൻ വയ്യടാ. അപ്പൊ നിനക്ക് രമണീയ തന്നെ എഴുതണമെന്ന് പറഞ്ഞിട്ട്? ഒരു രമണി എനിക്ക് വേണ്ടാ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അളിയാ പക്ഷെ നിന്റെ കുടൽ കയറിയെന്ന്. മുടിയാടേ വല്ലതും തിന്നാനെ കൊണ്ടാടേ. ഫുഡും എല്ലാം സെറ്റാണ്, നിങ്ങളൊന്ന് ഉഷാറായിട്ട് വാ. അച്ഛാമാരെ ഇതാണ് എന്റെ കൊട്ടാരം. ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണടാ. അതേ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ എന്തായാലും ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ, അതിനെ വലിയ കാര്യം. അമ്മേ അച്ഛാ, അമ്മയുടെ അമ്പിടുമോൻ എത്തി. ഒന്ന് നിന്നേ, നീ ഇങ്ങനെ എങ്ങനെ ആയിരുന്നല്ലോ ഹോസ്റ്റലിൽ? അതെ ഈ മച്ചാനെ സീനൊക്കെ കൊണ്ടേ അങ്ങോട്ട് കയറി ചെന്ന് അമ്മ ചൂലും കെട്ടനടിക്കും. ഇനി മുതൽ പുതിയൊരാളായിരിക്കും നിങ്ങൾ കാണുന്നത്. ഓക്കെ? ആരടി ഇവൻ? അച്ഛാ പശുവിനെ നല്ല ബഹുമാനം. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖമായിരുന്നു. നിങ്ങൾ ആ കുളുക്കമ്മല വഴിയല്ലേ വന്നേ? പിന്നല്ലാതെ ആ കുറുക്ക് വഴി വന്നോണ്ട് നേരത്തെ കാലത്ത് വീട് പറ്റി. കർത്താവ് അപ്പം നേരമുള്ള വഴി എങ്ങനെ ആയിരുന്നെങ്കിലോ? എനിക്ക് അവിടെ തന്നെ അടക്കം കൂടെ നടന്നു. മുടിയാ കുടിക്കും മക്കളെ, അല്ല സ്പെഷ്യൽ മോര കുടിക്കും. നല്ല കിടിലൻ ടേസ്റ്റ്. അച്ഛൻ നമ്മുടെ ഫാമിലെ പശുവിൻ്റെ ആയിരിക്കും അല്ലേ? ഫാമോ? ഏത് ഫാം? അല്ല അച്ഛന് 1000 പശുക്കളുള്ള ഫാം ഉണ്ടെന്നാണല്ലോ ഇവൻ പറഞ്ഞത്. ഇവൻ ജനിച്ചപ്പം മുതലുള്ളതായി പൊങ്ങച്ചൻ പറഞ്ഞത്. പാല് വരുന്ന ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഇവന്റെ പടത്തിന് വേണ്ടിയാണ് വിറ്റത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു, ആ പശു ഉണ്ടായിരുന്നു ഈ പാലെങ്കിലും കിട്ടിയനെ. ആ അങ്ങോട്ട് കാര്യം പറയട്ടെ. അല്ലേ തന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ മൊത്തം എന്നെ നാട്ടിച്ച് വെച്ചേക്കും. നിഹുമാരുടെ മുന്നിൽ കൂടെ എന്നെ വില കളയും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ഷർട്ട് എടുത്തിട്ടൂടെ? ഇവിടുത്തെ മനുഷ്യനെ നാം കിടത്താനായിട്ട് കഷവും കാണിച്ച് നിൽക്കുക. ഒന്നുമില്ല കുടുംബമൊക്കെ. അതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉടുപ്പിടാറുന്നത് വലിയ കുറച്ചിലായി പോയത്. അയ്യ അച്ഛത്തിന് ഇഷ്ടമുള്ള കിടക്കച്ചാ, അല്ലേ ഉള്ളതാ ഈ ചീഞ്ഞ കോംപ്ലക്സ്. മക്കളെ ഊണായി കേട്ടോ. വാ വാ ഊണഴിക്കും. വാ വാ വാ. കഴിക്കണം മക്കളെ. നമ്മുടെ ഈ മലഞ്ചെരുവിൽ ഉണക്കമീൻ മെയിനാണ്. ഇവരെയും കൂട്ടി ഒരു പിടി പിടിച്ചാൽ ചിക്കൻ ബിരിയാണി പോലും ഇവൻ്റെ 7 അലക്കത്തോടില്ല. അച്ഛനവിടെ കൃഷിയൊക്കെ ഉണ്ടോ? അച്ഛനിവിടെ കൃഷിയൊക്കെ ഉണ്ടോ? ആ ഇച്ചിരി കപ്പയും കാറ്റിലും വാഴയൊക്കെ ഉണ്ട്. അപ്പുറത്തെ പ്രഭാകരൻ്റെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ മുടിഞ്ഞെടുക്കും. അയ്യാ നിന്റെ തന്ത തന്നെ. മാമി എൻ്റെ ക്ലാസ് കഴിഞ്ഞോടി? ആ കഴിഞ്ഞു മാമ.
മൂത്ത അളിയൻ്റെ മോള മായ. നീ എന്നതിനാ പഠിക്കുന്നേ? PTC. ആ അതിനാ പഠിക്കുന്നേ. പഠിത്തമൊക്കെ കണക്കാ. നീ പോടാ. വന്ന് കയറിയപ്പോ തന്നെ നല്ല കീറാണല്ലോ മോൻ. ഒരാള് ചക്കപ്പത്തോനായല്ലേ. ഇത് കണ്ട നമ്മുടെ കൂട്ടുകാരാ. ഇത് ടോണി. മസിൽ കണ്ട പിടിക്കുന്നില്ല. അത് ബാനു, അത് സുന്ദർ. ആ എനിക്കറിയാം, പുതിയതായിട്ട് വന്ന ചേട്ടനല്ലേ. പിന്നെ ഇത് ബോസേട്ടനല്ലേ, മുടി കഴിഞ്ഞപ്പോഴും പറയാറുണ്ട്. ദൂരെ കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്ക ഞാനൊന്നെടുത്തു വെച്ച് എൻ്റെ വെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്ക. ചെമ്പഴുക്ക. ചെമ്പഴിക്കോ? എടാ ഇത് കപ്പയാ. കപ്പ കപ്പ. എന്തുവാണ് പിള്ളേരെ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ഇത് കഴിക്കുന്നത്? അതിനൊക്കെ ഒരു രീതിയുണ്ട്. ഈ തോരമേ കുറച്ച് കപ്പ ഇങ്ങനെ എടുത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി മോര് കറിയും കൂടി ഒഴിച്ച് ഈ ഉണക്കമീനും കൂടെ വെച്ച് ഒരു പിടി പിടിച്ചിട്ട് കഴിച്ചു. ഇനി എത്ര നാളുണ്ട് മച്ചന്മാരെ നമ്മളിങ്ങനെ? എക്സാമിങ് അടുത്ത്, കയ്യിലാണ് കുന്നോളം സപ്ലൈയും. ഓർത്തിട്ട് തന്നെ കിളി വാർന്നു. ഇയാൾ കട്ട വൈബാണെന്ന് പറഞ്ഞ് വിളിച്ചു വന്നിട്ട് കട്ട നെഗറ്റീവാണല്ലോ. അതല്ലളിയാ, അച്ഛൻ്റെ അമ്മയുടെ മോൻ കണ്ടപ്പോഴേ ആകെ സങ്കടമായി. ഓരോന്നൊക്കെ വിറ്റും പെറുക്കിയാ പാവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്. ഇതും പാസ്സായില്ലെങ്കിലേ ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയല്ലേടാ. അപ്പോൾ എൻ്റെ കാര്യമോ? ഈ പ്രാവശ്യം കൊണ്ട് പാസ്സായില്ലെങ്കിലുണ്ടല്ലോ അപ്പം എന്നെ കാലവരി നിലത്തടിക്കും. ഏകദേശം എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. വാപ്പാന്ന് എല്ലാം എന്നെ ഏൽപ്പിച്ചേക്കുക. വീട്ടിൽ 2 പെങ്ങന്മാർ. ഇനി അവളന്മാരെ കെട്ടിക്കണം. എന്താവുമെന്ന് പടച്ചോന്നറിയാം. അതൊക്കെ വിടളിയാ. എടാ നീ ഇത് നോക്ക്, ആ ചന്ദ്രനും ആ നക്ഷത്രങ്ങളും എന്താ ഫ്രെയിം. അളിയ ഈ കുന്നുമേ വന്നിട്ട് നീ ഇങ്ങനെ ഡെസ്ക് പഠിക്കല്ലേ? സാർ അവളുമാരെ നോക്കി കോപ്പി അടിച്ച് പാസ്സായിട്ടിരിക്കുകയല്ലേ, അപ്പം ആസ്വദിക്കാം. ഞങ്ങൾക്കേ അത് പറ്റത്തില്ല. ആ അപ്പോഴാ അവനൊരു തൊലിഞ്ഞ സാഹിത്യം. എണിച്ച് പോടാ. എൻ്റെ ബോസെ ചൂടാവല്ലേ. എടാ സിനിമ പഠിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഒറ്റ നിബന്ധനയേ ഉള്ളായിരുന്നു, ഈ കോഴ്സ് ഒന്ന് പഠിച്ചിട്ട് ജയിച്ചു കൊടുക്കുക. അതുകൊണ്ട് എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ അളിയാ. എടാ നീ ഇങ്ങനെ ഡൗൺ ആവല്ലേ. എടാ ഉള്ള സമയം നമുക്ക് പൊളിക്കാം. എടാ പഠിക്കാനുള്ള സമയം നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും അളിയാ. അളിയന്മാരെ, എങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. എന്താ പറയുന്നു? അടിയളിയാ ഓടളിയാ. പിന്നല്ല മുടിയാ നമ്മൾ പൊട്ടുപോലെ നീ അടിപൊളി ഒരു വീട് വെക്കും. അതെ അളിയാ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ 1000 പശുക്കളുള്ള ഒരു ഫാമും കൂടെ ഉണ്ട്. മനസ്സിൽ നിന്നെന്തോ ഭാരം ഇറക്കി വെച്ച പോലെ. എടാ മുടിയാ, നല്ല കൂട്ടുകാരുള്ളപ്പം നമ്മളൊന്നും മനസ്സോർന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളടാ നമുക്കൊക്കെ. നീ ചില്ലല്ലേ? അപ്പൊ അത്ര മതി. കട്ട വൈബുള്ള ഒരു സ്ഥലത്തേക്ക് പോകും. നീ താരടാ വെള്ളത്തിലോട്ട് നോക്കി വിളിക്കുന്നത്? എടാ ആളിപ്പോ വരും. കാരടാ നരനാ. എപ്പോ വന്നടാ? ഇന്നലെ വന്നണ്ണ. അണ്ണാ അടിക്കാൻ വല്ല സാധനം ഉണ്ടോ? ഒരു മിനിറ്റ്. പുള്ളി അങ്ങോട്ടാ പോയെ? എടാ പുള്ളി ഇവിടുത്തെ നമ്പർ 1 വാറ്റുകാരനാ. സാധനമായിട്ട് ഇപ്പൊ വരും. അളിയാ വാറ്റടിച്ചിട്ട് എത്ര നാളായി. അളിയാ വാറ്റെന്ന് പറഞ്ഞാൽ ചുമ്മാതുള്ള വാറ്റല്ല, നല്ല തെങ്ങും കള്ളിട്ട് വാറ്റിയ സാധനം. ഇതാണ് തെങ്ങും കള്ളിട്ട് വാറ്റിയ സാധനം. ഇത് മാട്ടാ. അണ്ണാ ഈ ചാത്ത സാധനം എടുക്കാനാണോ ഈ വെള്ളത്തിൽ കിടന്ന് നിങ്ങൾ ഇത്രയും കസത്ത് കാണിച്ചു? അണ്ണാ വാറ്റൊന്നുമില്ല. വാറ്റുണ്ട്, അത് വേറെ ആൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുക. തൽക്കാലം നീ ഇത് പിള്ളേർക്ക് കൊടുക്കുക. ഗ്ലാസും വെള്ളവും ആ മരത്തിന്റെ സൈഡിൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ ഇത് മാറ്റാണെന്ന് പറയാൻ അടിക്കാം. വാ. ഞാനെന്തോ പ്രാന്താന്നോടാ.
എടാ ഭ്രാന്താണെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ്റെ നരൻ സിനിമ ഇറങ്ങി അന്നോട്ട് മുള്ളംകൊല്ലി വേലായെന്നാണെന്ന് പറഞ്ഞാൽ നടത്തും. ലാലേട്ടൻ്റെ കട്ട ഫാനം ചങ്ക് കുറച്ച് കൊടുക്കും. അതിപ്പോൾ ലാലേട്ടൻ എന്ന് വെച്ചാൽ അങ്ങേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉയരാ. പിന്നല്ല. എടാ ഇത് അതുപോലൊന്നും അല്ല, അതൊക്കെ മേലെ. കഴിഞ്ഞ തവണ ഒഴുകി വന്ന കൊല പിടിക്കാൻ ചാടിയിട്ട് 3-ാം പക്കം വേറെ ഏതോ ആറ്റിൻകരയിൽ ചെന്ന് കയറി. അവിടെ ഉള്ളവരൊക്കെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നാക്കി. ആഹാ, പുള്ളി വെറും പാവാടാ. പക്ഷേ പുള്ളിയുടെ മുന്നിൽ വെച്ച് ലാലേട്ടനെ പറ്റി കുറ്റമൊന്നും പറയരുത്. പറഞ്ഞാൽ പുള്ളി വെള്ളത്തിൽ മുക്കി കൊല്ലും. താങ്ങി മണവണാന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് ഇറാ. വെള്ളം കേട്ടോ. ആ അണ്ണാ വാണ. ആ ഒന്ന് വിളിച്ചോ. ഈ പുഴയാണ് എൻ്റെ അമ്മ. ഈ ഇല്ലിക്കാടായിരിക്കല്ലേ ചേട്ടൻ്റെ അച്ഛൻ? എന്തുവാണ് നിന്റെ പേര്? ബോസ്. എവിടുത്തെ ബോസ്? നീ ആക്കല്ലേ? ചുമ്മാ ബോസേ. ചേട്ടാ ചേട്ടൻ എന്തിട്ടാ വാറ്റിയെ? ഒരുപാടുണ്ട്, പല തരത്തിൽ പല വിധത്തിൽ പെടയ്ക്കുന്നത് എൻ്റെ കയ്യിൽ. ലോട്ട് ഓഫ് തിങ്സ്. അതല്ല ചേട്ടാ, ഇപ്പൊ എന്നിട്ടാ മാറ്റിയേക്കുന്നത്? നല്ല നാടൻ ചെത്തുകളും 18 ആയുർവേദ മൂലികകളും. അതെന്താ ചേട്ടൻ ചന്ദ്രിക സോപ്പാണോ വാറ്റിയെടുക്കുന്നത്? അസ്ഥാനത്തിരുന്ന് ഒരുമാതിരി ഊള കോമഡി പറയലെന്ന് പറഞ്ഞിട്ടുണ്ട് ബാൻ. ചേട്ടൻ പറയട്ടാ. അതൊക്കെ കൂടിയിട്ട് വാറ്റിയിട്ട് ഈ പുഴയിലെ ഒഴുക്കുവെള്ളത്തിൽ മുക്കിയിട്ട് അതിന്ന് ഒരെണ്ണം എടുത്തിട്ട് നീയൊക്കെ കഴിച്ചാലുണ്ടല്ലോ നിന്റെയൊക്കെ കിളി പറക്കും. ചേട്ടാ ഇച്ചിരി കിട്ടുമോ ചേട്ടാ? ഇല്ല, അത് ഒരാൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കും. ചേട്ടൻ തിരിഞ്ഞേ. എന്തിന്? എടാ ടോണി നിനക്ക് തോന്നിയോ? എടാ ബാനു നിനക്ക് തോന്നിയോ? ആ തോന്നി. എന്ത്? ചേട്ടനെ കണ്ടാലേ ദേവാസുരത്തിൽ ലാലട്ട് പോലുള്ളൂ. സത്യമായിട്ടും. എന്താ പറഞ്ഞു? ദേവാസുരത്തിലെ ലാലേട്ടിനെ പോലെ. എന്തല്ലേ? സൂര്യകിരീടം രാവിൻ തിരുനടയിൽ. പേടിക്കണ്ട, അയാളുടെ വീക്ക്നെസ് എല്ലാം കയറി പിടിച്ചു. സാധനം ഇപ്പൊ വരും. എന്നാ പിടിച്ചോ. അങ്ങനെ ഇപ്പഴാണ് പൊങ്ങി വരൂടാ മുടിയാ. സംഗതി ഏറ്റു കേട്ടാ. സാധനം വരുന്നു. നിങ്ങളെ മക്കളെ അടി എവന്റെ അച്ഛന് വേണ്ടി വെച്ചതാ. നിങ്ങൾ കഴിച്ചതിന്റെ ബാലൻസ് ഉണ്ട്. അങ്ങനെ അടിച്ചാൽ അതൊന്നും ശരിയാത്തില്ല. ഇതുമായിട്ട് വീട്ടിലോട്ട് കയറിച്ചെന്നല്ലെങ്കിലേ തന്നപ്പടി വീട് തിരിച്ചു വെക്കും. എടാ ഇത് നമുക്ക് അച്ഛന് കൊടുക്കാം. അച്ഛനാകുമ്പോൾ ഓരോന്നൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി നൈസ് മൂടായിരിക്കും. ആ കൂട്ടത്തിൽ 2 നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എന്നാ വാ. അപ്പൊ ഇതോ? എടാ അത് പോകുന്ന വഴിക്ക് അടിക്കാടാ. ഇഷ്ടം പോലെ വഴി കിടക്കില്ലേ? സോ മച്ച് വഴി. Come on boys. കള്ളകത്ത് പറ്റിയാണ്ട. അല്ല, 1-ാം തരം പാറ്റുകാരനാ. വിശ്വസിച്ച് കുടിക്കാം. ആ ടേസ്റ്റോ അല്ല, സ്വയം സാധനം ഓരോന്ന് പിടിപ്പിക്കണം. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് അടിക്കാം. കാരണം നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. ഇവൻ അടിക്കാമല്ലോ എന്ന് എനിക്കറിയാം. ഇവനെ ഞാൻ അങ്ങനെയാ വളർത്തിയേക്കുന്നത്. അത് ശരിയാച്ചാ. അവനെ പോലെ ദുശീലത്തെ പയ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത് വളർത്തുകണം. ഇവനെ എന്റെ തനി സ്വഭാവ. അത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഓരോന്ന് പിടിപ്പിക്കണം. അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരെണ്ണം അടിക്കല്ലേ? അച്ഛൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അടിക്കണമെന്നില്ല. കണ്ടോ വെച്ചാ ഞങ്ങളെ ലഹരി വിതിരിപ്പിക്കാനുള്ള അവന്റെ മനസ്സ് കണ്ടോ? വാ വിഷമിക്കണ്ടടാ, ഇത് നല്ല സാധനമാണ്. നല്ല സാധനമായതുകൊണ്ട് വിഷം. നിങ്ങളുടെ 5 ക്ലാസ്സിൽ ഒരു 4 പേരല്ലേ ഉള്ളൂ?
പാട്ട് പാടുമെന്ന് പറഞ്ഞു പാടുവോ? പാടും പാടും. വേണം, അച്ഛൻ പാടണം. എന്ത് പാട്ടാ പാടും? ആ, ഇവൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊടുക്കുന്നൊരു പാട്ടുണ്ട്, അത് പാടാം. മുത്തേന്ന് വിളിച്ചെന്നിൽ ഒട്ടിച്ചേർന്ന് പടർന്നെന്നെ, മുത്തേന്ന് വിളിച്ചെന്നിൽ ഒട്ടിച്ചേർന്ന് പടർന്നെന്നെ, മുത്തം കൊണ്ട് ഉണർന്ന പൂവേ എൻ്റെ കുരു കൊത്തിക്കൂടെ മുല്ലേ, അച്ചാരം ഇച്ചാരം വെച്ചേ നല്ലൊരു തമ്പുര തട്ടുമ പെണ്ണുത്തെ കണ്ടിയോരും പൊന്നോട്ടേ കൂട്ടരുമാ അമ്മാവന്മാർ കോപിച്ചാൽ നീ ചൊല്ലണം, നമ്മൾ തമ്മിൽ പ്രണയമാണ് തിരുനാൾ, എന്നെ നിന്റെ മനസ്സിനുള്ളിൽ ഞാനാണെന്ന് പറയണം, അച്ഛനമ്മ ചോദിക്കാതെ സമ്മതമങ്ങും മുളയണം. മുത്തേന്ന് മുത്തേന്ന് വിളിച്ചേർന്ന് പടർന്നെന്നെ, മുത്തം കൊണ്ട് ഉണർന്ന പൂവേ എൻ്റെ ഒരു കോത്തിക്കുറമുള്ളേ. ബോസേട്ടൻ പോയാ ഞങ്ങളെയൊക്കെ മറക്കൂ? മറക്കാനോ? എനിക്കിനി ഇടയ്ക്ക് ഇങ്ങോട്ട് വരാമല്ലോ. ഉച്ചക്കത്തെ ഭക്ഷണം മക്കളെ കഴിക്കണം. ആ കഴിക്കാമ്മ. അല്ല ബോസ് അവിടെ പോയി? അമ്മമാര് വിളിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇടയ്ക്ക് വിളിക്കുന്ന കേട്ടോ. ബോസേട്ടാ, ഐ മിസ് യു. മിസ് യു ടു. ഞാനെത്തി. എന്തുവാടാ ഇത്? അങ്ങ് എത്തണ്ടേ? ഇങ്ങോട്ട് വന്നത് നിനക്കറിയാലോ. ഞാൻ എത്തിയല്ലേ. നീ എന്നാടാ വരുന്നേ? ഞാൻ അടുത്ത ദിവസം വരും. മനു ബോസേ, അച്ഛാ ഒന്നിങ്ങ വന്ന അച്ഛാ. എന്താ? ഇങ്ങോട്ടൊന്ന് വാ അച്ഛാ. അച്ഛന് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയോ? തിങ്കളാഴ്ച അല്ലേ? അതല്ല, അച്ഛൻ്റെ പിറന്നാളാ. ഇതൊക്കെ ആരും ഓർക്കാനാ മക്കളെ? ആരോർത്തില്ലെങ്കിലും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അച്ഛാ. ആ, ഇത് അച്ഛനുള്ള ഞങ്ങളുടെ ഒരു പിറന്നാൾ സമ്മാനമാണ്. എന്താ? ഇതൊരു ഫോണാ. ഇനിയിപ്പോ എപ്പോഴും അച്ഛനും അമ്മയ്ക്കും അവനെ വിളിക്കാൻ. എന്നാ പിന്നെ നമുക്ക് പതുക്കെ ഇറങ്ങിയാലോ? ശരി, നമുക്ക് പോവാം. വാ. ഇടയ്ക്കൊക്കെ വരണ മക്കളെ. ശരി അച്ഛാ. എനിക്ക് ഒരിഷ്ടമുണ്ട്. അത് ഞാൻ ഇവിടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പോൾ സമ്മതിച്ച് അനുഗ്രഹിക്കണം. ഇറങ്ങട്ടെ. അല്ലല്ലേ, ഒരു നിമിഷം. വിളിച്ചടാ. ആണോ? ആ, ശരി. അളിയന്മാരെ, നമുക്കുള്ള സസ്പെൻഷൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന്. നന്നായി. ഇനി അതോടെ ഉള്ളായിരുന്നു. ഇനി എന്തൊക്കെയാ വണ്ടി ഇട്. ഇനി ബാക്കി ഇനി അവിടെ ചെന്ന് നോക്കാം. ആ, അത് തന്നെ.